എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. എയിംന അയർലൻഡിന്റെ നേതൃത്വത്തിലെ ഇന്നത്തെ ഈ വെബിനാറിലേക്ക് എവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. RCC ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ നഴ്സിംഗ് കരിയറിൽ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി മറ്റൊരു കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. HSC ആണെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മുൻപ് ചെയ്തിരുന്നവരായിട്ട് സംസാരിച്ചൊക്കെ ചെയ്യാറുണ്ട്. പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്പോൺസേർഡ് എംപ്ലോയേഴ്സ് ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അതിനെപ്പറ്റിയുള്ള ചില സമയത്തെങ്കിലും അവർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാറുണ്ട്. എങ്കിലും മെജോറിറ്റി ആൾക്കാർക്കും പലപ്പോഴും ഡൗട്ടാണ് എങ്ങനെ എന്ത് നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള പല ക്വയറീസ് നമ്മുടെ ഗ്രൂപ്പിൽ വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ വിചാരിച്ചത്. ആദ്യമായിട്ട് തന്നെ ഇന്റർനാഷണൽ മലയാളി നേഴ്സസ് അസംബ്ലി എയിംന എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇത് ഒരു വേൾഡ് മലയാളി നേഴ്സസ് ഫോറമാണ്. ഏകദേശം 36-ലധികം രാജ്യങ്ങളിലുള്ള മലയാളി നഴ്സുമാരുടെ ഒരു കൂട്ടായ്മയാണ് എയിംന എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നമുക്ക് അയർലൻഡിൽ 2 ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു മെയിൻ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തതിന്റെ മെയിൻ ചിന്താഗതി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, നാട്ടിൽ നിന്നൊക്കെ പലപ്പോഴും പല രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നടക്കാറുണ്ട്. അതിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്, പല ഫേക്ക് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. പിന്നെ ആദ്യമായിട്ട് രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് അല്ലെങ്കിൽ പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തിരക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഇതുപോലെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത്. 2012 ഇന്റർനാഷണൽ മലയാളി നേഴ്സസ് അസംബ്ലി എയിംന എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാർട്ട് ചെയ്തതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ 14-ലധികം ഗ്രൂപ്പുകളുണ്ട്. ഇതിനെയൊക്കെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സുമാരെ സഹായിക്കുക, പരസ്പരം സഹായിച്ച് വളരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ. നമുക്ക് പലപ്പോഴും പരസ്പര സഹായ സഹകരണത്തിന് വളരെ പിറകിലോട്ടാണ്, എന്നാൽ നമ്മൾ സഹായങ്ങൾ ആവശ്യപ്പെടാൻ വളരെ ഫ്രണ്ടിലുമാണ്. നമുക്കൊരു കാര്യം അറിവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ. ഇന്ന് ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഫൗണ്ടറും നമ്മുടെ അഡ്മിനുമായിരിക്കുന്ന സിനു ജോൺ കറ്റാനം ഈ ഒരു മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിഷനിൽ നിന്നുമാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ വളരെയധികം കായികപരമായിട്ടുള്ള കഴിവുകളുള്ള നഴ്സസ് പലപ്പോഴും ജോലിയൊക്കെ കയറി കഴിയുമ്പോഴത്തേനും ജോലിയും കുടുംബവും മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനും ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ എയിംനയിലൂടെ വിവിധ പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒക്കെയും നഴ്സുമാർക്ക് വളരെ സൗജന്യമായിട്ട് മാത്രം ചെയ്തു കൊടുക്കപ്പെടുന്ന പ്രോഗ്രാമുകളാണ് നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ട്. IELTS, OET, അതുപോലെ എംഗ്ലെക്സ് തുടങ്ങിയുള്ള എല്ലാ സെഷനുകൾക്കുമുള്ള സ്റ്റഡി ഗ്രൂപ്പ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നഴ്സുമാർക്ക് വേണ്ടി, നമ്മുടെ മലയാളി നഴ്സുമാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെബിനാറിലേക്ക് ഞാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഫൗണ്ടർ എയിംനയുടെ ഫൗണ്ടർ സിനുവിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു അക്കാഡമിക് സെഷൻ ലീഡ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഡോക്ടർ വിഷ്ണു രഞ്ജിത്താണ്. സോറി, ഇതിനിടയ്ക്ക് 2-3 കോളുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതായത് ഓക്കെ. ഡോക്ടർ വിഷ്ണു രഞ്ജിത്ത് RCCയുടെ ഒരു ഫാക്കൽറ്റിയാണ്, നമ്മുടെ ഗ്രൂപ്പ് മെമ്പറാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അദ്ദേഹത്തെ ഇവിടെ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ പരിചയമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം RCCയുടെ വിവിധ കോഴ്സുകളുടെ ഫ്ലയറുകൾ വരുമ്പോൾ അതിനകത്തൊക്കെയും ഒരു വ്യത്യസ്തമായ ഒരു മലയാളി മുഖം നമ്മൾ കാണാറുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മളിന്ന് കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി ഒരു സെഷൻ ചെയ്യുവാനായിട്ട്. അദ്ദേഹം ഇപ്പോൾ അവധിക്ക് നാട്ടിൽ പോയിരിക്കുകയാണ്. എങ്കിൽ പോലും നാട്ടിൽ നിങ്ങൾക്കറിയാം, ഇവിടെ 6 മണിയാകുമ്പോൾ നാട്ടിൽ ഇപ്പോൾ ഒരു 11:30 മണി സമയമായിട്ടുണ്ട്. ഈ ഒരു സമയത്തും അദ്ദേഹം നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യാമെന്ന് സമ്മതിച്ചത് തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്നേഹവും അതുപോലെ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യണം എന്നുള്ള ഒരു സന്തോഷം, ഒരു അദ്ദേഹത്തിന്റെ ഉത്സാഹവും കാരണമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുവാനായിട്ട് ഡോക്ടർ വിഷ്ണു രഞ്ജിത്തിനെ എയിംനയുടെ പേരിലും എയിംന അയർലൻഡിന്റെ പേരിലും ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിഷ്ണുവിലേക്ക് മൈക്ക് കൈമാറുന്നു. ഇന്നത്തെ ഒരു സെഷൻ ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക്
ഇന്ന് ലഭിച്ചിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ചാറ്റായിട്ട് കൊടുക്കാം. നമുക്കതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ആദ്യം തന്നെ ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എയിംനയ്ക്ക് ഒരു താങ്ക്സ് പറയാണ്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നതിന്. അതിന് എയിംനയുടെ സ്ഥാപകനായ സിനുവിനോടും പിന്നെ ഷാനിയോടും ഞാൻ എൻ്റെ നന്ദിയും, പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എയിംന് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാത്തിനും എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഞാൻ എൻ്റെ സ്ലൈഡ് ഷെയർ ചെയ്യാം, അത് കാണുന്നു എന്നൊന്ന് പറഞ്ഞാൽ ഉപകാരമാവും. കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്സ്? യെസ്, വിസിബിൾ ആണ്. ആണ്, ചേഞ്ച് ആവുന്നുണ്ടല്ലോ അല്ലേ? സ്ലൈഡ്സ് ചേഞ്ച് ആവുന്നുണ്ടോ? യെസ് യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ നമ്മൾ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ നഴ്സസ് ഇൻ അയർലൻഡ്. എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു രഞ്ജിത്ത്. ഞാൻ റോയൽ കോളേജ് ഓഫ് സർജൻസിലെ ഒരു പ്രോഗ്രാം ഡയറക്ടറാണ്. ഞാൻ ലെക്ചറായിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണ് അവിടെ. പിന്നെ ആ, പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ സെഷൻ്റെ അവസാനം ഞാൻ പറയാം. നമ്മൾ ഓൾറെഡി ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ സെഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വൈ വി ഓൾ നീഡ് ടു ഇംപ്രൂവ് അവർ ഹയർ എഡ്യൂക്കേഷൻ, എന്താണ് ഒരു കരിയർ സ്റ്റാഗ്നേഷൻ, നമ്മൾ പലരിലും ഒരു കരിയർ സ്റ്റാഗ്നേഷൻ കാണാറുണ്ട്, എന്തുകൊണ്ടാണത് നമ്മൾ അതിനകത്ത് നിന്ന് ബ്രേക്ക് ചെയ്ത് വരേണ്ടത്, അയർലൻഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പോസ്റ്റ് രജിസ്ട്രേഷൻ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു ചെറിയ ഓവർവ്യൂ എൻ്റെ നഴ്സിംഗ് ജേർണീനെ പറ്റിയിട്ടും ഞാൻ എങ്ങനെ RCSIയിൽ എത്തി എന്നുള്ളതിനെ പറ്റിയിട്ടും ഉള്ള ഒരു ചെറിയ വിവരണവും വെച്ചിട്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ വേണ്ടി വരുന്നത്? നമ്മൾ എല്ലാവരും തന്നെ ഒരു ബേസിക് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് പല നാടുകളിലും നമ്മൾക്കൊരു ബേസിക് ഗ്രാജുവേഷൻ വെച്ച് തന്നെ നമുക്കൊരു ജോലി കിട്ടുന്നുണ്ട്. നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ സ്ട്രോങ് ആവുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ നഴ്സസ് ഗ്ലോബലി തന്നെ ഒരുപാട് കൺട്രീസിന് ഇന്ത്യൻ നഴ്സസിനെ എടുക്കാൻ താല്പര്യമുണ്ട്. ബിക്കോസ് നമ്മുടെ ഒരു ബേസിക് ഗ്രാജുവേഷൻ പ്രോഗ്രാം വളരെ സ്ട്രോങ്ങർ ആണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെ വൈ വി നീഡ് എ ലിറ്റിൽ മോർ ഓഫ് എ സ്ട്രോങ്ങർ ഹയർ എഡ്യൂക്കേഷൻ. ഇറ്റ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ്സ് പേഷ്യൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. പിന്നെ ഒരുപാട് ഇവോൾവിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ നീഡ്സ്, ഇപ്പം നമുക്കറിയാം ഒരുപാട് ടെക്നോളജി വരുന്നുണ്ട്, ഹെൽത്ത് ടെക്നോളജീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലെക്സ് ഹെൽത്ത് ടെക്നോളജി അല്ലെങ്കിൽ ഇവോൾവിംഗ് ഹെൽത്ത് കെയർ നീഡ്സിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ഒരുപാട് നാഷണൽ ഹെൽത്ത് റീഫോംസ് നടക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ അയർലൻഡിലെ സ്ലോഞ്ച് കെയർ ഇപ്പം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പരിചിതരായിരിക്കും. ഇങ്ങനെയുള്ള പല നാഷണൽ ഹെൽത്ത് കെയർ റീഫോംസ് നടക്കണമെങ്കിൽ അതിനകത്ത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നഴ്സസിന്റെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. പിന്നെ മാത്രമല്ല, ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എടുക്കുന്നത് വഴി നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് മാത്രമല്ല നമ്മൾ ഡെവലപ്പ് ആവുന്നത്, നമ്മളുടെ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി, നമ്മുടെ ഒരു പ്രൊഫഷണൽ കോൺഫിഡൻസ്, ഇതെല്ലാം ഡെവലപ്പ് ആവുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ ഇറ്റ് ആക്ച്വലി ബ്രോഡൻസ് അവർ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. ഫോർ എക്സാമ്പിൾ, ഒരു നഴ്സ് പ്രാക്ടീഷണറായിട്ടോ ഒരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടോ ഒരു പ്രിസ്ക്രൈബർ ആയിട്ടോ ഒക്കെ നമ്മളുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറ്റ് എനേബിൾസ് എ ലോട്ട്സ് ഓഫ് എ കരിയർ പ്രോഗ്രഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കൊരു CNM ആയിട്ട് നിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡോൺ ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മളുടെ ഒരു കരിയർ ഗ്രോത്ത് വേണമെങ്കിലും ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത്യാവശ്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ WHO, ICN, NMBI എന്ന് പറയുന്ന എല്ലാ ഓർഗനൈസേഷനുകളിലും ഇപ്പോൾ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നഴ്സസിന്റെ ഹയർ എഡ്യൂക്കേഷൻ, കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് നഴ്സസ്, ഇതെല്ലാം വളരെ ഹൈലി എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ് ഒരു വിഷ്യസ് സർക്കിൾ ഓഫ് കരിയർ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്കൊന്ന് നോക്കാം.
നമ്മളെല്ലാവരും ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ജോയിൻ ചെയ്യുന്നു. നമ്മളൊരു സേഫ് സോണിലാണ്, നമ്മളൊരു പുതിയ കൺട്രിയിലേക്ക് വരുന്നു, അവിടെ നമ്മളൊരു സേഫർ സോണിലേക്ക് എത്തുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പലരിലും കാണുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റു പല റെസ്പോൺസിബിലിറ്റി, ഇപ്പം ഫാമിലി റെസ്പോൺസിബിലിറ്റി ആകട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ ജോബിന്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു പുതിയ രാജ്യത്തേക്ക് വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആവുന്നു, നമ്മൾ വർക്കിൽ ഒരു സേഫ് സോണിൽ എത്തുന്നു. പക്ഷെ അതിനുശേഷം പലരും ഒരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കരിയർ പ്രോഗ്രഷനിലോട്ടോ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അത് മറ്റു പല കാരണങ്ങളാലും അത് സാധിക്കാതെ വരുന്നു. അപ്പോൾ ഇത് കാരണം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ടെക്നോളജി വളരെ ഇമ്പ്രൂവ് ആയി, നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോയി, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞു പോയി. നമ്മളൊരു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോയെന്നൊരു തോന്നല്, അല്ലെങ്കിൽ ഇനി പുതിയതായിട്ടൊന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലുള്ള ഒരു മോട്ടിവേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ ഒരു ലാക്ക് ഓഫ് പ്രൊഫഷണൽ ഗ്രോത്ത്, ഇങ്ങനെ നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. പക്ഷെ പല സമയത്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾക്ക് എന്നാൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് മുന്നേക്ക് പോകാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുമില്ല. പക്ഷെ ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ടൈം ദാറ്റ് യു ഷുഡ് റിയലി പ്രൊആക്റ്റീവായിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഗ്രാബ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നല്ല വെച്ചാൽ, ഓൾവേസ് മാജിക് ഹാപ്പൻസ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ. നമ്മളെല്ലാം ഇപ്പൊ നിൽക്കുന്ന ഒരു കംഫർട്ട് സോണിലാണ്. അപ്പൊ ബ്രയാൻ ട്രേസി എന്ന് പറയുന്ന ഒരു വേൾഡിൽ ഒരു വലിയൊരു ലീഡർഷിപ്പ് ഗുരു പറഞ്ഞു, മൂവ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. യു ക്യാൻ ഗ്രോ ഓൺലി ഇഫ് യു ആർ വില്ലിംഗ് ടു willing to come out, like willing to feel the awkwardness and uncomfortable when you try something new. ഇങ്ങനെ ഒരു പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഓക്വേർഡ്നെസ്സും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് മാനേജ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ ഒരു മാജിക് ഹാപ്പൻ ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു കംഫർട്ട് സോണാണ് ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എടുക്കുക എന്നുള്ളത്, ഇറ്റ് വിൽ ബി ഓൾവേസ് വർത്ത് ഇറ്റ്. അപ്പോൾ പലരിലും നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഇപ്പം എനിക്കൊരു വർക്ക്, എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എനിക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ചൈൽഡ് കെയറിങ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് ഒരു 10-15 വർഷമായി, അത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് അത്രയും ഒരു നല്ലതായിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് റൈറ്റിംഗ് സ്കിൽസ് മോശമാണ്. പക്ഷേ അയർലൻഡ് എന്ന് പറയുന്ന ഒരു കൺട്രീനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യം ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വൈവിധ്യമാർന്ന പ്രോഗ്രാംസ് ഉണ്ട്. അത് മാത്രമല്ല, കുറേ അധികം സപ്പോർട്ടുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അയർലൻഡിലെ ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും. സോ നിങ്ങൾക്ക് അയർലൻഡിൽ നിന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്തെടുത്ത് ഒരു പുതിയ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, ഇറ്റ് വിൽ ബി എ റിയലി, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ആൻഡ് എവിടുന്ന് തുടങ്ങണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, മൈ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇസ് 100% മൈ റെസ്പോൺസിബിലിറ്റി. അവിടെ നമ്മളുടെ ഈ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആരും നമ്മളെ വന്ന് അധികം പുഷ് ചെയ്യത്തില്ല. നമ്മളായിട്ട് നമ്മളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനുള്ള സാധ്യതകൾ കണ്ടെത്തണം, മനസ്സിലാക്കണം, അതിന്റെ ഫണ്ടിങ് എവിടെ നിന്ന് കിട്ടുമെന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി ഫണ്ട് ചെയ്യാമെന്ന് നോക്കണം, അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിലാണ്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് എനിക്ക് അഭിരുചി എന്ന് കണ്ടുപിടിക്കണം. ഇതെല്ലാം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് താൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കുറെ കേൾക്കുന്ന എന്താണ് കുറെ ടെർമിനോളജികൾ, എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ, അത് വിവിധ പ്രോഗ്രാമുകൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ അസസ്മെന്റുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് എത്രത്തോളം വരും, അല്ലെങ്കിൽ ഇവിടെ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഇവിടുന്ന് മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ഇനി PhD ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ സെഷനിൽ ഇനി ഉള്ള ഭാഗങ്ങളിൽ പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ടേം എന്ന് പറയുന്നത് NFQ, അല്ലെങ്കിൽ നാഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ക്വാളിഫിക്കേഷൻസ് ആണ്. നമ്മുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അയർലൻഡിൽ തീരുമാനിക്കുന്നത്. ഇത് നമ്മളുടെ QQI അഥവാ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻസ് അയർലൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഈ NFQ എന്ന് പറയുന്ന
ഒരു ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളുടെ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ നാട്ടിലെ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അയർലൻഡിൽ ലെവൽ 7 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. BSc ഇൻ നഴ്സിംഗ് ലെവൽ 8 ആണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് എന്ത് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾക്ക് ഉണ്ടെന്ന് ചോദിക്കുന്നെങ്കിൽ അവർ ബാച്ചിലേഴ്സ് ഇസ് ലെവൽഡ് അറ്റ് ലെവൽ 8 ആണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ. മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് അയർലൻഡിലെ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് ലെവൽ 9 ആണ്. PhD പ്രോഗ്രാംസ് എല്ലാം ലെവൽ 10ലാണ് ഉള്ളത്. അപ്പൊ ഇതാണ് ഈ നാഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ക്വാളിഫിക്കേഷന്റെ ഡയഗ്രാം. അപ്പൊ ഇതിനകത്ത് NFQ അയർലൻഡിനകത്ത് 8, 9, 10ലാണ് നമ്മളുടെ ഡിഗ്രീസ് യൂഷ്വലി 8ലാണ് കൺസിഡർ ചെയ്യുന്നത് നാട്ടിൽ നിന്നുള്ള BSc പ്രോഗ്രാമുകൾ. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി 9ലും PhD ഡിഗ്രി 10ലുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സമയത്ത് ഞങ്ങൾ ഈ ഫണ്ടിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഏത് ലെവൽ പ്രോഗ്രാം ആണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളെല്ലാം ലെവൽ 9 പ്രോഗ്രാമുകളാണ്. ബാച്ചിലേഴ്സ് പ്രോഗ്രാമുകളെല്ലാം ലെവൽ 8ഉം ഡിപ്ലോമ ലെവൽ 7ഉമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കോമൺലി നമ്മൾ കേൾക്കുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന അടുത്ത വാക്കാണ് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യൂമുലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ECTS എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സബ്ജക്റ്റുകളും മാർക്കുകളും ഒക്കെ ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ നമ്മളുടെ നാട്ടിൽ വരുന്നത് അയർലൻഡിൽ ഇതിനെ കൂടുതലും കണക്കാക്കുന്നത് ക്രെഡിറ്റുകൾ വഴിയാണ്. അപ്പോൾ ഓരോ ഒരു കോഴ്സിനെ തന്നെ പല മോഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ മോഡ്യൂളിനും ഓരോ സർട്ടൻ ക്രെഡിറ്റ്സ് ആണ് അവർ കൊടുക്കുന്നത്. ഇത്ര ക്രെഡിറ്റുകൾ വീതമാണ് കൊടുക്കുന്നത്. നമ്മളൊരു PG സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുക്കുമ്പോൾ അതാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലെ ഏറ്റവും ബേസിക് കോഴ്സ്. അത് 30 ക്രെഡിറ്റുകളാണ്. ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത് 60 ക്രെഡിറ്റ് ആണ്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുൾ MSc എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സ്, അത് 90 ക്രെഡിറ്റ് ആണ് വരുന്നത്. സോ ECTS അല്ലെങ്കിൽ ഇതാണ് ക്രെഡിറ്റ് സിസ്റ്റം. ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രോഗ്രാം എത്ര ക്രെഡിറ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ലെവൽ ഓഫ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ എല്ലാ പ്രോഗ്രാമുകളും ഡിസൈഡ് ചെയ്യുന്നത് ഏത് ലെവലിലാണ്, എത്ര ക്രെഡിറ്റ് പ്രോഗ്രാം ആണ് എന്നനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി അയർലൻഡിൽ എല്ലാ സ്കോപ്പ് ഓഫ് പ്രോഗ്രാംസ് വരുമ്പോൾ ഈ ചില കാര്യങ്ങൾ RCSIയിൽ സ്പെസിഫിക്കലി ഉള്ളത് ഞാൻ അങ്ങനെ പറയാം. പക്ഷെ ചില കാര്യങ്ങൾ ഓൾ അക്രോസ് അയർലൻഡ് സിമിലർ ആണ്. ഇപ്പം നമുക്ക് ഒരു മൈക്രോ ക്രെഡൻഷ്യലുകൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് റിസർച്ചിൽ മാത്രം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് റിസർച്ചിൻ്റെ മാത്രം ഒരു കോഴ്സ് എടുക്കാം. അങ്ങനെയുള്ള കോഴ്സുകളെയാണ് മൈക്രോ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് മുഴുവൻ ഒരു BSc അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അയർലൻഡിൽ എത്തിയിരിക്കുന്ന ഒരു നഴ്സിന് വേണ്ടുന്ന രീതിയിലാണ് പറയുന്നത്. നമുക്ക് BSc ബ്രിഡ്ജിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് BSc നാട്ടിൽ നിന്ന് ഡിപ്ലോമ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം അയർലൻഡിലെത്തി ഒരു BSc പഠിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ മാറി ഒരു ലെവൽ 8 ക്വാളിഫിക്കേഷൻ എടുക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് BSc ബ്രിഡ്ജിങ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ടുള്ള മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാമുകൾ 3 എണ്ണമാണുള്ളത്. ആദ്യത്തേത് PG സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തേത് PG ഡിപ്ലോമ, മൂന്നാമത്തേത് ഫുൾ MSc അല്ലെങ്കിൽ 2 വർഷത്തെ MSc പ്രോഗ്രാം, പിന്നെ ലെവൽ 10 ക്വാളിഫിക്കേഷനായ PhD ഇൻ നഴ്സിംഗ്. ഇങ്ങനെയാണ് നമ്മുടെ അയർലൻഡിലെ ഓവറോൾ പ്രോഗ്രാം സ്കോപ്പ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്തൊക്കെ ടൈപ്പ് പ്രോഗ്രാമുകളാണ് നമുക്കുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഞാൻ RCSIയുടെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ RCSIയുടെ ആണ് കൂടുതലായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളത്. പക്ഷെ മറ്റു കോഴ്സുകൾക്ക് നിങ്ങൾക്ക് NMBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്താണ് BSc ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി ഇൻ നഴ്സിംഗ്. അത് പോസ്റ്റ് രജിസ്ട്രേഷൻ. അത് എന്തുകൊണ്ടാണ് പോസ്റ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ NMBI രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഡിപ്ലോമ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്ന പ്രോഗ്രാമാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നഴ്സിംഗ്, ദാറ്റ് ഇസ് പോസ്റ്റ് രജിസ്ട്രേഷൻ. പിന്നെ പ്രോഗ്രാം ലീഡിങ് ടു ന്യൂവർ രജിസ്ട്രേഷൻ, അതായത് പുതിയ രജിസ്ട്രേഷൻ. നിങ്ങൾ ഓൾറെഡി NMBIയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ജനറൽ നഴ്സോ അല്ലെങ്കിൽ മിഡ് വൈഫോ ആണ്. പക്ഷെ നിങ്ങൾക്ക് പുതിയ ലൈസൻസ്, അതായത് നഴ്സ് ട്യൂട്ടർ ലൈസൻസ് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നഴ്സ് പ്രിസ്ക്രൈബർ രജിസ്ട്രേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറായിട്ട് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് രജിസ്ട്രേഷൻ പ്രോഗ്രാമുകൾ. പിന്നെ അതർ ലെവൽ 9 പ്രോഗ്രാംസ്, അതായത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി പ്രോഗ്രാംസ്, കാർഡിയോളജി, ന്യൂറോളജി, ഓൺകോളജി അങ്ങനെയുള്ള പ്രോഗ്രാംസും അഡ്വാൻസ് ലീഡർഷിപ്പ് പ്രോഗ്രാംസുമാണ് മറ്റ് ലെവൽ 9 പ്രോഗ്രാമുകൾ വരുന്നത്.
പിന്നെ ഡോക്ടറൽ ലെവൽ പ്രോഗ്രാംസ് ആണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഓവറോൾ കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാം. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഓരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസിലേക്കും പോയി നോക്കാം. ആദ്യത്തേതാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നഴ്സിംഗ്. ഇത് BSc നഴ്സിംഗ് മാനേജ്മെന്റ് എന്നാണ് ഈ കോഴ്സിന് പറയുന്നത്. ഒരുപാട് നമ്മളുടെ നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് നഴ്സസ് നമ്മുടെ അയർലൻഡിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു കോഴ്സ് അവരുടെ ഒരു ലെവൽ 8 ക്വാളിഫിക്കേഷന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത് ലെവൽ 8 വരുന്ന ഇതാണ്. ഇത് 1 ഇയർ ആണ്, ഓൺലൈൻ ആണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. ഇതിന്റെ എലിജിബിലിറ്റി വരുന്നത് NMBI രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇത് ലെവൽ 8 പ്രോഗ്രാം ആണ്. സോറി, ഇത് ലെവൽ 9 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ലെവൽ 8 ആണ്. ഇത് 60 ക്രെഡിറ്റ് ആണ് ഈ പ്രോഗ്രാമിലേക്കുള്ളത്. ഇത് അടുത്ത ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 2026 അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഡിപ്ലോമ ഉണ്ട്, എന്നാൽ നിങ്ങൾക്കൊരു BScയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BSc ഇൻ നഴ്സിംഗ് മാനേജ്മെന്റ്. ഇനി അടുത്തത് പ്രോഗ്രാം ലീഡിങ് ടു ന്യൂവർ രജിസ്ട്രേഷൻ, പുതിയ രജിസ്ട്രേഷൻ. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നേഴ്സ് പ്രിസ്ക്രൈബർ എന്ന് പറയുന്നത്. അപ്പൊ ആ കോഴ്സിന്റെ പേര് ഇങ്ങനെയാണ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നാണ് വരുന്നത്, മെഡിസിനൽ പ്രോഡക്റ്റ് പ്രിസ്ക്രൈബിംഗ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണെങ്കിലും വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രിസ്ക്രൈബർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണ്, 6 മാസത്തെ പ്രോഗ്രാം ആണ്. ഇതും ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ്, പാർട്ട് ടൈം പ്രോഗ്രാം ആണ്. ഇത് 30 ക്രെഡിറ്റിന്റെ പ്രോഗ്രാം ആണ്. ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇൻ നഴ്സിംഗ് ഓർ മിഡ്വൈഫറി മെഡിസിനൽ പ്രോഡക്റ്റ് പ്രിസ്ക്രൈബിംഗ്. ഈ കോഴ്സ് ചെയ്യാനായിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇതിന് രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിരിക്കണം, ഓൾറെഡി ഒരു ലെവൽ 8 ക്വാളിഫിക്കേഷൻ അതായത് BSc നഴ്സിംഗ് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കണം, കറന്റ്ലി ഒരു നഴ്സോ മിഡ്വൈഫോ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം, 3 വർഷത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അയർലൻഡിൽ 3 വർഷത്തെ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിനകത്ത് തന്നെ ഒരു വൺ ഇയറിൽ നമ്മളുടെ ആ ഏത് ഏരിയയിലാണോ നമ്മൾ പ്രിസ്ക്രൈബിംഗ് പ്രപ്പോസ് ചെയ്യുന്നത് ആ ഏരിയയിൽ 1 ഇയർ വർക്ക് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്തിട്ട് നഴ്സിംഗ് ഹോമിൽ നിന്നാണ് ഒരു പ്രിസ്ക്രൈബിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ നഴ്സിംഗ് ഹോമിൽ കഴിഞ്ഞ 1 ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. പിന്നെ ഇതിനകത്ത് ഒന്ന് എംപ്ലോയറിന്റെ സപ്പോർട്ട് വേണം. അതുകൂടാതെ അഡീഷണലി വേണ്ടുന്നത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് പ്രിസ്ക്രൈബർ എന്ത് ചെയ്യണം, നിങ്ങളെ ഒരു മെന്ററായിട്ട് കണക്കാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് തരാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫർമേഷനും കൂടെ ഒരു ഫോം ഉണ്ട്, അതും അവർ ഫില്ല് ചെയ്ത് തരേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള സപ്പോർട്ട് കൂടാതെ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ ഒരു മെന്റർഷിപ്പ് സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾക്ക് വേണം. അതാണ് ആദ്യത്തെ പ്രോഗ്രാമുകൾ, ദാറ്റ് ഇസ് നേഴ്സ് പ്രിസ്ക്രൈബർ. ഇനി രണ്ടാമത്തെ അതും ഏറ്റവും അയർലൻഡിലെ ഏറ്റവും വലുതും ഈ സ്ലോഞ്ച് കെയർ ഒക്കെ വന്നത് കാരണം ഒരുപാട് ഡെവലപ്മെന്റ് വരുന്ന ഒരു പ്രോഗ്രാമാണ് അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ അത് 3 ലെവൽ പ്രോഗ്രാമുകളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും ഉണ്ട്, മാസ്റ്റേഴ്സും ഉണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ ഒരു ക്ലിനിക്കലി സ്പെഷ്യലിസ്റ്റ് റോളുകളാണ് ചെയ്യുന്നത്. അത് ഹൈ ക്വാളിറ്റി സേഫ് ആൻഡ് എഫക്റ്റീവ് പേഴ്സൺ സെൻട്രിക് കെയർ ടു എ ഡിഫൈൻഡ് കേസ് ലോഡ് ഓഫ് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. അവർക്കും ഇൻഡിപെൻഡൻ്റ്ലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ വരുന്നത്. അപ്പോൾ ഇതും തന്നെ ഓരോ സ്പെഷ്യാലിറ്റി ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇത് ഈവൻ ദോ ജനറലി അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്നാണ് പറയുന്നതെങ്കിലും ഓരോ ഏരിയയ്ക്ക് സ്പെസിഫിക്കലി അവർ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലെ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആയിരിക്കും നമ്മളാകുന്നത്. അപ്പം നിങ്ങൾ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസിനകത്ത് വൂണ്ട് ANP അല്ലെങ്കിൽ ഡയബറ്റീസ് ANP എന്ന് പറഞ്ഞിട്ടുള്ള റോളുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അപ്പം ഈ പ്രോഗ്രാമിനും കുറച്ച് എലിജിബിലിറ്റി സ്ട്രിക്റ്റ് ആണ്. കാരണം ഇതിനും ലെവൽ 8 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, നേഴ്സ് മിഡ്വൈഫ് ആയിരിക്കണം അല്ലെങ്കിൽ നേഴ്സ് ഓർ മിഡ്വൈഫ് ആയിരിക്കണം, 3 ഇയർ പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഉണ്ടാകണം, 1 ഇയർ സെയിം ഏരിയയിൽ ഉണ്ടാകണം. ഇതിനകത്ത് ഒരു സൈഡ് ഡിക്ലറേഷൻ, അതായത് നിങ്ങളുടെ മാനേജറോ ഡയറക്ടറോ സൈൻ ചെയ്ത ഒരു സൈഡ് ഡിക്ലറേഷൻ ഫോം ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ ഒരു മെഡിക്കൽ മെന്റർ അല്ലെങ്കിൽ ഒരു ANP ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെന്റർ നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല നിങ്ങളും ഒരു ഡെമോൺസ്ട്രേറ്റ് കണ്ടിന്യൂയിങ്
പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നിങ്ങൾ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുന്നു, അല്ലാതെ അങ്ങനെയുള്ള ഒരു CPD അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നിങ്ങൾ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ലിറ്ററസി ഉണ്ടെന്നുള്ള ഒരു കോമ്പീറ്റന്റ് ലെവലിന്റെ ഒരു 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 സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനും നിങ്ങൾ ഇതിന്റെ കൂടെ കൊടുക്കണം. ഇതാണ് അഡ്വാൻസ് പ്രാക്ടീസ് നഴ്സിംഗ് പ്രോഗ്രാമുകളുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി ഹോസ്പിറ്റൽസ് ആണ് ഈ അഡ്വാൻസ് നഴ്സിംഗ് പ്രാക്ടീസ് പ്രോഗ്രാംസിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയും നമ്മൾക്ക് ഇങ്ങനെ റോളുകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് അയർലൻഡിലെ പല യൂണിവേഴ്സിറ്റികളും ANP പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റേർഡ് അഡ്വാൻസ്ഡ് നഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് NMBIയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ രജിസ്ട്രേഷൻ നമ്മൾക്ക് ഉള്ള കോമൺലി ഉള്ള രജിസ്ട്രേഷൻ ആണ് നേഴ്സ് ട്യൂട്ടർ രജിസ്ട്രേഷൻ. നേഴ്സ് ട്യൂട്ടർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. പല യൂണിവേഴ്സിറ്റിയിലും പല പേരിലാണ് ഈ കോഴ്സുകളുള്ളത്. RCSIയിൽ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് പ്രൊഫഷൻസ് എഡ്യൂക്കേഷൻ നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ട്യൂട്ടർ എന്നാണ് RCSIയുടെ ഈ പ്രോഗ്രാമിന്റെ പേര്. പക്ഷെ പല യൂണിവേഴ്സിറ്റിയിലും ട്രിനിറ്റി, UCDയിലൊക്കെ ഉണ്ട്. അവർക്കെല്ലാം നേഴ്സ് ട്യൂട്ടർ കോഴ്സ് അങ്ങനെയാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് 70 ക്രെഡിറ്റുകളാണുള്ളത്. നോക്കൂ, ഇത് ഒരു 1 ഇയർ പ്രോഗ്രാമേ ഉള്ളെങ്കിൽ ഇത് 70 ക്രെഡിറ്റ് പ്രോഗ്രാമാണ്. പിന്നെ ഇതും ഹൈബ്രിഡ് പാർട്ട് ടൈം ആണ്. ഇതിനകത്ത് ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ട്യൂട്ടർ ആയിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മിഡ്വൈഫ് ട്യൂട്ടർ ആയിട്ടോ NMBIയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 100 മണിക്കൂർ നമ്മൾ പ്രാക്ടിക്കൽ ക്ലിനിക്കൽ ടീച്ചിങ് എക്സ്പീരിയൻസ് കാണിക്കണം. അപ്പോൾ അതിനെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ RCSIയിൽ എടുക്കുന്ന സ്റ്റുഡൻസിന് RCSIയിൽ തന്നെ കുറച്ച് ടീച്ചിങ് പ്രാക്ടീസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിനിക്കലിയോ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലെയോ കോൺടാക്ട് ചെയ്യണം. നിങ്ങളുടെ എക്സ്പെർട്ടീസ് വെച്ചിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഓൺകോളജിയിലാണ് എക്സ്പെർട്ടീസ് എങ്കിൽ ഞാൻ ഓൺകോളജി ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, എനിക്ക് ഓൺകോളജി പഠിപ്പിക്കാനായിട്ട് ഒരു അവസരം തരാമോ, അല്ലെങ്കിൽ ഓൺകോളജി പഠിപ്പിക്കുന്നതിനകത്ത് ഞാൻ നിങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആ 100 മണിക്കൂർ ഇത് ശരിക്കും ക്ലിനിക്കൽ പ്രാക്ടീസ് പോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതെടുക്കണം. അതിനകത്ത് ഈ 100 മണിക്കൂറിൽ 30 മണിക്കൂർ ക്ലിനിക്കൽ പ്രാക്ടീസ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിക്വയർമെന്റ്. അപ്പോൾ ഈ ഒരു നേഴ്സ് ട്യൂട്ടർ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾക്ക് HSCയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഒക്കെ നേഴ്സ് ട്യൂട്ടർ എന്ന് പറയുന്ന ജോബ് വരുമ്പോഴത്തേക്കിന് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത. അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള രജിസ്ട്രേഷൻ. അല്ല, പുതിയ രജിസ്ട്രേഷനുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം. ഒന്ന് പ്രിസ്ക്രൈബർ ആകാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ ആകാം, അല്ലെങ്കിൽ നേഴ്സ് ട്യൂട്ടർ ആകാം. ഇനി മറ്റുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം, അതായത് മറ്റുള്ള ലെവൽ 9 പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാ ലെവൽ 9 പ്രോഗ്രാമുകളും 3 ഓപ്ഷനുകളാണുള്ളത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ PG സർട്ടിഫിക്കറ്റ് ചെയ്യാം 30 ക്രെഡിറ്റിന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമുക്ക് PG ഡിപ്ലോമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം എനിക്ക് 30 ക്രെഡിറ്റും കൂടെ ചെയ്താൽ എനിക്ക് അതിനെ ഒരു PG ഡിപ്ലോമ ആയിട്ട് മാറ്റാം. എന്നിട്ട് PG ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് MSc ചെയ്യണമെങ്കിലും ചെയ്യാം. ബിക്കോസ് അപ്പം നിങ്ങൾ ഓൾറെഡി ചെയ്ത PG ഡിപ്ലോമയിലെ മോഡ്യൂൾസ് ഒന്നും ചെയ്യേണ്ട, ബാക്കിയുള്ള മോഡ്യൂളുകൾ മാത്രം ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു PG സർട്ടിഫിക്കറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ ആ യൂണിവേഴ്സിറ്റിയിലോ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് അതിനെ PG ഡിപ്ലോമ ആയിട്ടോ മാസ്റ്റേഴ്സ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഡിപ്ലോമ ചെയ്തു, പക്ഷെ അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. അപ്പോൾ അതായത് കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഇപ്പം നിങ്ങൾ ട്രിനിറ്റിയിൽ നിന്ന് ഒരു PG ഡിപ്ലോമ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RCSIയിൽ വന്നിട്ട് ഒരു MSc നഴ്സിംഗ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആ ബാക്കിയുള്ള പ്രോഗ്രാം റിക്വയർമെന്റ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ RCSIയിൽ നിന്ന് ഒരു PG സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിങ്ങൾക്ക് PG ഡിപ്ലോമ ചെയ്യണമെങ്കിൽ അതിനും ഉള്ള ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ വളരെ ഒരു ഐറിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതെല്ലാം ഓൾറെഡി വളരെ വെൽ ഡെവലപ്ഡ് ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഐറിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യണം എന്നാണ് എനിക്കുള്ള ഒരു ബേസിക്കലി ഉള്ള ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്കുള്ള ലെവൽ 9 പ്രോഗ്രാമുകൾ. അത് അഡ്വാൻസ് ലീഡർഷിപ്പ് ഉണ്ട്, സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്, കാർഡിയാക് അല്ലെങ്കിൽ കൊറോണറി കെയർ നഴ്സിംഗ് ഉണ്ട്,
ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് ഉണ്ട്, ക്യാൻസർ നഴ്സിംഗ്, ജെറന്റോളജി നഴ്സിംഗ്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, മെഡിസിനൽ നഴ്സിംഗ്, എമർജൻസി, നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ, ന്യൂറോളജി, ന്യൂറോ സയൻസ്, ഓർത്തോപീഡിക് ട്രോമ, ഒക്കുപേഷണൽ ഹെൽത്ത്, ഒഫ്താൽമിക്, ഓർത്തോപീഡിക് ട്രോമയുണ്ട്, ഓർത്തോപീഡിക് നഴ്സിംഗ് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ റീനൽ നഴ്സിംഗ് ഉണ്ട്, പെരി ഓപ്പറേറ്റീവ് ചിൽഡ്രൻസ് നഴ്സിംഗ്, അത് ചിൽഡ്രൻ സർജിക്കൽ നഴ്സിംഗ് ആണ്. പിന്നെ ജനറൽ പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ് ഉണ്ട്, പ്രൈമറി കെയർ നഴ്സിംഗ് ഉണ്ട്, പിന്നെ സെക്ഷൽ അസോൾട്ട് ആൻഡ് ഫോറൻസിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്, റെസ്പിറേറ്ററി കെയർ ആൻഡ് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ RCSIയുടെ തന്നെ വേറൊരു വലിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് വൂണ്ട് മാനേജ്മെന്റ് ആൻഡ് ടിഷ്യൂ വയബിലിറ്റി. ഇത്രയും ലെവൽ 9 പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ ഇത് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാൻ പറ്റും നിങ്ങൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്കൊരു ഹയർ എഡ്യൂക്കേഷൻ വേണ്ടുന്നത് എന്നുള്ളത്. ഈ എല്ലാ പ്രോഗ്രാമുകൾക്കും PG സർട്ടിഫിക്കറ്റ്, PG ഡിപ്ലോമ ആൻഡ് MSc ഇൻ നഴ്സിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഏത് പ്രോഗ്രാം ഈ എഴുതിയിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ ഫുൾ മാസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് അയർലൻഡിലുണ്ട്. അയർലൻഡിലെ ഇപ്പം നാട്ടിലെ മാസ്റ്റേഴ്സും അയർലൻഡിലെ മാസ്റ്റേഴ്സും വെച്ച് നോക്കുവാണെങ്കിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആണ് അയർലൻഡിലെ ആം, ഈ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നാട്ടിൽ ഒരു റെസ്പിറേറ്ററി കെയറിൽ നമുക്കൊരു മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്പെഷ്യാലിറ്റി കുറച്ച് ഫോക്കസിൽ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ അയർലൻഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആ റെസ്പിറേറ്ററി കെയർ മാത്രമേ അവർ പഠിക്കത്തുള്ളൂ. അവർ കുറച്ചും കൂടെ വളരെ ഫോക്കസ്ഡ് ആണ് ഫ്രം ഇയർ 1 ഓൺവേർഡ്സ്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുന്നു. വേറെ അയർലൻഡിലേക്ക് വരുമ്പോൾ ചൈൽഡ് പെരി ഓപ്പറേറ്റീവ് ചിൽഡ്രൻസ് നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഏരിയ തന്നെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യൽ എന്താണ് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ് നമ്മുടെ അയർലൻഡിലേക്കുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളെല്ലാം. അപ്പൊ ഇതിനകത്ത് ഒരു മേജർ കാര്യം, ഏത് സ്പെഷ്യാലിറ്റിയിലാണോ നമ്മൾക്ക് മാസ്റ്റേഴ്സ് എടുക്കേണ്ടത് അതിന്റെ ഏറ്റവും മിനിമം ക്രൈറ്റീരിയ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞാൻ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ആ സ്പെഷ്യാലിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നിയോനേറ്റൽ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ട് എനിക്കൊരു ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗിൽ പോയിട്ട് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനൊരു ന്യൂറോ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് പോയിട്ട് ഒരു ഓർത്തോപീഡിക് നഴ്സിംഗിലേക്ക് നമ്മൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനൊരു എന്താണ് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണ്, പക്ഷെ എനിക്കൊരു സർജിക്കൽ കെയറിൽ നമ്മൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇപ്പം അയർലൻഡിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിൽ തന്നെ ആയിരിക്കണം നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കോഴ്സിന്റെ അസസ്മെന്റുകളും നമ്മളുടെ കോമ്പിറ്റൻസി അസസ്മെന്റുകളും അത് എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മളുടെ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ചില പ്രോഗ്രാമുകൾ, അതായത് അഡ്വാൻസ് ലീഡർഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഒക്കെ നമ്മളുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് ഏരിയ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്രിട്ടിക്കൽ കെയറിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അഡ്വാൻസ് ലീഡർഷിപ്പിൽ ചെയ്യണം, എൻ്റെ ഓർഗനൈസേഷൻ എന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പോയി അഡ്വാൻസ് ലീഡർഷിപ്പ് എടുക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ക്രിട്ടിക്കൽ കെയർ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ ഓർഗനൈസേഷന് ഒരു ഇൻഫെക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ് റോൾ ഉള്ളതെങ്കിൽ ആ 2 പ്രോഗ്രാമുകൾക്കും സ്പെഷ്യലൈസേഷൻ വളരെ ആപ്ലിക്കബിൾ, അത്ര ഒരു സ്പെസിഫിക്കലി ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇതാണ് എനിക്ക് മേജർ ആയിട്ട് പറയാനുള്ളതും കുറേ ആളുകൾ ഡൗട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇനി പല യൂണിവേഴ്സിറ്റികൾക്കും പല ഹോസ്പിറ്റലുകളുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. നിങ്ങളുടെ പലരുടെയും ഹോസ്പിറ്റൽസ് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, RCSIക്ക് ബോമണ്ട്, CHI, റോയൽ വിക്ടോറിയ INDR, കാപ്പ ഹോസ്പിറ്റൽ, കൂംസ്, പിന്നെ മറ്റ് പല ഹോസ്പിറ്റലുകളുമായിട്ടും പാർട്ട്ണർഷിപ്പുകളുണ്ട്. അങ്ങനെ പാർട്ട്ണർഷിപ്പുകൾ ഉള്ളപ്പോൾ ഇവർക്കൊരു ജോയിന്റ് പ്രോഗ്രാം ആണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, RCSIയുടെ ഏറ്റവും ജോയിന്റ് പ്രോഗ്രാം ഉള്ളത് ബോമൺ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പം അവിടുത്തെ നഴ്സസിന് മാത്രമായിരിക്കും ഈ പ്രോഗ്രാമുകൾ ഉള്ളത്. RCSIക്ക് വേറെ പ്രോഗ്രാമുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, RCSIക്ക് RCSIയുടേതായ ക്രിട്ടിക്കൽ കെയർ പ്രോഗ്രാം ഉണ്ട്. അതിന് അയർലൻഡിലെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. വേറെ RCSI ബോമൺ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗിന് ബോമോണ്ടിലെ നഴ്സസിന് മാത്രമേ ആ
പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ RCSIയുടെ ഇപ്പോൾ റോയൽ വിക്ടോറിയ ആൻഡ് ഐ ആൻഡ് ഇയർ ഹോസ്പിറ്റൽസിന് ഒരു ഒഫ്താൽമിക് നഴ്സിംഗ് ഉണ്ട്. അതിന് ഐ ആൻഡ് ഇയറിലെ നഴ്സസിന് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇതൊരു RCSI ഹോസ്പിറ്റൽ ബേസ്ഡ് ജോയിൻ പ്രോഗ്രാമുകളാണ്. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽസിന് ജോയിൻ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള, മീൻസ് നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ തന്നെ കുറച്ചും കൂടെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാകും. ഇപ്പം മറ്റേ പ്രോഗ്രാമുകളാണെങ്കിൽ എല്ലാം ഡയറക്ട്ലി യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് പ്രോഗ്രാമുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള വ്യത്യാസം. പിന്നെ എല്ലാ ലെവൽ 9 പ്രോഗ്രാമുകളും, ഈ പറഞ്ഞ എല്ലാ ക്ലിനിക്കൽ പ്രോഗ്രാമുകളിലും, എല്ലാ അഡ്വാൻസ് ലീഡർഷിപ്പ് പ്രോഗ്രാംസിലും, അല്ലെങ്കിൽ എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസിലും എലിജിബിലിറ്റി എന്ന് പറയുന്നത് ലെവൽ 8 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, NMPIയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ RCSIയിലെ 2 പ്രോഗ്രാമുകൾ, അതായത് ഒന്ന് വൂണ്ട് മാനേജ്മെന്റ് ആൻഡ് ടിഷ്യൂ ബയോബിലിറ്റിയും അഡ്വാൻസ് ലീഡർഷിപ്പും ഗ്ലോബൽ പ്രോഗ്രാംസ് ആണ്. അതിന് അയർലൻഡിൽ തന്നെ വർക്ക് ചെയ്യണം എന്നില്ല. ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന്, അല്ലെങ്കിൽ UK എന്നൊക്കെ നഴ്സസ് വന്ന് പഠിക്കുന്നുണ്ട്. സോ അത് 2 പ്രോഗ്രാമുകളാണ്. ഒന്ന് വൂണ്ട് കെയർ ആൻഡ് ടിഷ്യൂ ബയോബിലിറ്റിയും ഒന്ന് അഡ്വാൻസ് ലീഡർഷിപ്പും. അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണെങ്കിൽ അതാത് കൺട്രിയിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വരെ നമ്മൾ ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ ഒരു ഇമ്മീഡിയറ്റ് കരിയർ ചേഞ്ചിന് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ന്യൂറോയിൽ നിന്നിട്ട് ഞാൻ ന്യൂറോയിൽ നിന്ന് മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ പോയി ഒരു ന്യൂറോ MSc എടുക്കുന്നത് അത്ര ഒരു അഭികാമ്യമാവണം എന്നില്ല. നമ്മൾ വേറൊരു പ്രോഗ്രാം എടുത്താൽ മതി. നമ്മൾ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിൽ തന്നെ ചെയ്തിരുന്നാൽ മതി. പിന്നെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരു ക്ലിനിക്കൽ ലേണിംഗ് എഗ്രിമെന്റ് നമ്മൾ ഡയറക്ടർ ഓഫ് നഴ്സിംഗോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആരാണോ നിങ്ങളുടേത് അവരും നമുക്ക് സൈൻ ചെയ്ത് തരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ എല്ലാ പ്രോഗ്രാമുകളും സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ MSc എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ എന്താണ് ഈ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ MSc ലെവലിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സർട്ടിഫിക്കറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ മാത്രമുള്ള 3 മൊഡ്യൂളുകളാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാർഡിയോ നഴ്സിംഗ് അല്ലെങ്കിൽ കാർഡിയോ തൊറാസിക് നഴ്സിംഗിലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഞാൻ കാർഡിയോ തൊറാസിക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള 3 സ്പെഷ്യലിസ്റ്റ് മൊഡ്യൂളുകളായിരിക്കും പഠിക്കുന്നത്. ആ 3 മൊഡ്യൂളുകൾ പഠിച്ചു കഴിയുമ്പോൾ എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ റെസ്പിറേറ്ററി ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 3 മോഡ്യൂൾ റെസ്പിറേറ്ററി പഠിക്കും. അപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ റെസ്പിറേറ്ററി നഴ്സിംഗ് വരുന്നത്. ഡിപ്ലോമക്കാർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഡിപ്ലോമ ചെയ്യുന്നവർ ഈ 3 സ്പെഷ്യലിസ്റ്റ് മോഡ്യൂളുകളും ചെയ്യും. അതിൻ്റെ കൂടെ അവരെന്ത് ചെയ്യും, ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അഡ്വാൻസ് ലീഡർഷിപ്പ്, അഡ്വാൻസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന 3 കോർ മോഡ്യൂളുകൾ അല്ലെങ്കിൽ 3 ആങ്കർ മോഡ്യൂളുകൾ കൂടെ അവർ ചെയ്യും. അപ്പം ഈ സ്പെഷ്യലിസ്റ്റ് മോഡ്യൂളുകളും ഇങ്ങനെയുള്ള കോർ മോഡ്യൂളുകളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, 1 ഇയർ കോഴ്സായ PG ഡിപ്ലോമ കിട്ടുന്നത്. ഇനി എന്താണ് മാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ 2ാമത്തെ വർഷം എന്താണ് ചെയ്യുന്നത്? അപ്പം 2ാമത്തെ വർഷം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു തീസിസ് ഉണ്ടാകും. അത് ഇയർ 2ലാണ് വരുന്നത്. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ചെയ്തിട്ട് ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, MSc അല്ലെങ്കിൽ ഇയർ 2 എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ പ്രോഗ്രാമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് കൂടുതൽ ആളുകളും ജോയിൻ ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സിനാണ്, 1 ഇയർ പ്രോഗ്രാമിനാണ് ചെയ്യുന്നത്. ഒരുപാട് ഓർഗനൈസേഷൻസ് ഫണ്ട് ചെയ്യുന്നതും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയിൽ വരുന്നത് 3 സ്പെഷ്യലിസ്റ്റ് മോഡ്യൂളുകളും ഇതുപോലെ എഡ്യൂക്കേഷൻ, ലീഡർഷിപ്പ്, റിസർച്ച് എന്ന് പറയുന്ന ജനറൽ ആയിട്ടുള്ള 3 മോഡ്യൂളുകളുമാണ് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ RCSIയുടെ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ പോയി RCSIയിൽ പോയി ഫിസിക്കലി അറ്റൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് കോമൺലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും ഡിജിറ്റലി ലെഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാം പോസ്റ്റ് രജിസ്ട്രേഷൻ പ്രോഗ്രാം ആവുന്നത് കൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സസും റെക്കോർഡഡ് ആണ്. അതെല്ലാം ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. എക്സാംസ് ഓൺലൈൻ ആണ്.
പിന്നെ ഈവൻ സെഷൻസ് ഉണ്ടെങ്കിൽ പോലും വീക്ക്ലി ഒരു 2 hour സെഷൻസ് ഉണ്ടാവും. അത് നമുക്ക് ഓൺലൈനിൽ തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും അക്രോസ് അയർലൻഡ് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ പോർട്ട്ലീഷിൽ വർക്ക് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് RCSIയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നില്ല. നിങ്ങൾക്ക് അയർലൻഡിൽ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് ഈ പ്രോഗ്രാംസിന് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു മൂഡിൽ പേജ്, അതായത് ഒരു ആക്സസ് കിട്ടും. ആ ആക്സസിനകത്ത് അത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്, പോർട്ടലിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിന് എല്ലാ ക്ലാസ്സസും റെക്കോർഡ്സും മോഡിലിനകത്താണ് എല്ലാം ഉണ്ടാവും. പിന്നെ എല്ലാ പ്രോഗ്രാംസുകളും ഇങ്ങനെയാണ് മോസ്റ്റ്ലി. ഇപ്പോൾ RCSIയുടെ മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റികൾക്കും അങ്ങനെയാണ്. ചിലർക്ക് ഫിസിക്കലി ക്ലാസ്സസ് ഉണ്ടാവും, ചിലർക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ക്ലാസ്സസ് ഉണ്ടാവും. അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അയർലൻഡിന്റെ ഒരു ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഓൺ ആൻഡ് സ്റ്റെപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരിക്കൽ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു, ബട്ട് മിഡ് വേ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് വന്ന് കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വളരെ ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് പല ആളുകളും അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്. നമുക്കൊന്ന് ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിക്നസ് വന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പ്രോഗ്രാം ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടാകും. പിന്നെ അസസ്മെന്റുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മോസ്റ്റ്ലി നിങ്ങൾക്ക് റിട്ടൺ എസ്സേ, അതായത് ഐറിഷ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം റിട്ടൺ എക്സാമുകൾ അവർ വളരെ, ഇപ്പം നമ്മൾ നാട്ടിൽ പോലെ പഠിച്ച് എസ്സേ പോയി എഴുതി അങ്ങനെയുള്ള എക്സാമുകൾ വളരെ കുറവാണ്. തീരെ ഇല്ലെന്ന് തന്നെ പറയാം. നമ്മൾ പോയി ലൈവായിട്ട് എക്സാം എഴുതുന്നതില്ല. കൂടുതലും റിട്ടൺ എസ്സേകളാണ്. അത് പ്ലേജറിസം ഒന്നും വരാതെ അവർ പറയുന്ന എസ്സേകൾ സബ്മിറ്റ് ചെയ്യണം. കേസ് സ്റ്റഡികൾ ഉണ്ടാകും, പ്രസന്റേഷനുകൾ ഉണ്ടാവും, നിങ്ങൾ ഓൺലൈനിൽ പ്രസന്റ് ചെയ്യാനുണ്ടാവും, പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാനുണ്ടാവും. പിന്നെ ഓൺലൈൻ ഉണ്ടാവുന്ന ഒരു എക്സാമാണ് MCQ എക്സാമുകൾ. ചില മോഡ്യൂളുകൾക്ക് MCQ എക്സാംസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഓൺലൈൻ കോമ്പീറ്റൻസി മീറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾ കോമ്പീറ്റൻസി അച്ചീവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അതൊരു ലെക്ചറുമായിട്ട് വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ള ഓൺലൈൻ കോമ്പീറ്റൻസി മീറ്റിങ്ങുകളും ഉണ്ട്. പക്ഷേ ഈ അസസ്മെന്റുകളെല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇന്ററാക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഇപ്പം ആ ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റേഴ്സ് ഉള്ള പ്രോഗ്രാം ആണെങ്കിൽ അവർ നിങ്ങളെ ഈ ഒരു അസസ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്, ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ NMBIയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സിന് എക്സെപ്റ്റഡ് ആണ് ഓൾറെഡി. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി NMBIയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി NMBIയുടെ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാവുന്നത് കൊണ്ട് തന്നെ. പിന്നല്ല, നിങ്ങൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഫുൾ മീഡിയം ഓഫ് ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു എക്സംഷന് അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ്, ഇതും വളരെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലെവൽ 8 ക്വാളിഫിക്കേഷൻ ഇല്ല, നിങ്ങൾ നാട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്ത് വന്ന ഒരു നേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്നെങ്കിൽ അയർലൻഡിൽ വന്നിട്ട് നിങ്ങൾക്കൊരു എന്ത് ചെയ്യാം, ഒരു ലെവൽ 8, അതായത് BSc പ്രോഗ്രാം ചെയ്യാം. വേറെ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്തിട്ടാണ് അയർലൻഡിലേക്ക് വന്നത്. എനിക്ക് പക്ഷെ ഒരു BSc ചെയ്ത് 1 ഇയർ BSc ചെയ്യണം എന്നില്ല. വേറെ എനിക്ക് ഒരു കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഡയറക്റ്റ്ലി ഒരു മാസ്റ്റേഴ്സ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിങ്ങിന് അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വെച്ചാൽ ഈ ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിങ്ങിന് അപ്ലൈ ചെയ്യും. നിങ്ങൾ പറയും, ഞാനൊരു ലെവൽ 7 ഉള്ളൂ, ഞാൻ ഡിപ്ലോമ ഹോൾഡർ ആണ്, വെറാസ് ഞാൻ NMBIയിൽ രജിസ്റ്റേർഡ് ആണ്, എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഐ ഫീൽ ദാറ്റ് എന്നിട്ട് നിങ്ങൾ 10 വർഷം ചെയ്ത CPDകളോ അല്ലെങ്കിൽ നിങ്ങൾ 10 വർഷം കൊണ്ട് എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അപ്പീലിന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈവൻ വിത്തൗട്ട് എ BSc, അതായത് ലെവൽ 8 ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു സപ്പോർട്ടഡ് എൻട്രി പാത്വേ എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ കോഴ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും. അതിന് എക്സ്ട്രാ ഫീസ് ഒന്നുമില്ല. പക്ഷെ ആ കോഴ്സിന്റെ എന്ത് ചെയ്യും, നിങ്ങൾ ആ കോഴ്സിന്റെ സെഷൻസിന് ജോയിൻ ചെയ്യണം. ഒരു അഡീഷണലി കോഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നത്. വേറസ് നിങ്ങൾക്ക് ഇപ്പം ഇത് തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ വേറസ് എനിക്ക് ഒരു ബാച്ചിലേഴ്സ് എടുത്തിട്ട് മാസ്റ്റേഴ്സ് മതി എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ബാച്ചിലേഴ്സ് എടുത്തു,
അതിനുശേഷം നിങ്ങൾ MSc പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. ഇത് എന്താണ്, ഒരു പേഴ്സണൽ ചോയ്സ് ആണ് കൂടുതലും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ബാച്ചിലേഴ്സ് എടുത്തിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ പഠിക്കും, അത് കുറച്ചും കൂടെ എളുപ്പമാകും എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഈ നമ്മൾ ഈ റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതൊരു കേസ് ബൈ കേസ് ബേസിസിലാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈവൻ RPL വേറൊരു സിറ്റുവേഷനിലും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ട്രിനിറ്റിന്ന് കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം ചെയ്തു, വേറെ ഞാൻ RCSIയിലേക്ക് വരുവാണ്. അപ്പോൾ എനിക്ക് പറയാം, ഞാൻ കഴിഞ്ഞ വർഷം ട്രിനിറ്റിന്ന് പ്രോഗ്രാം ചെയ്തിരുന്നു, ഞാൻ റിസർച്ച്, ലീഡർഷിപ്പ്, എഡ്യൂക്കേഷൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ചതാണ്, എനിക്ക് അതുകൊണ്ട് ഈ 2-3 മോഡ്യൂളുകളിൽ നിന്ന് എക്സംഷൻ തരണം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ആ പ്രോഗ്രാംസിനകത്തുനിന്ന് എക്സംഷൻ കിട്ടും. അത് നിങ്ങൾ ആ കോഴ്സ് അഡീഷണലി നിങ്ങൾ RCSIയിൽ ജോയിൻ ചെയ്യാൻ മീൻസ് ചെയ്യേണ്ടതായിട്ടോ അതിൻ്റെ അസൈൻമെന്റുകൾ വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. 2 മോഡ്യൂളുകൾക്കാണ് അങ്ങനെ മാക്സിമം എക്സംഷൻ കിട്ടുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സ്റ്റാർട്ട് ഡേറ്റുകൾ? കുറേ പ്രോഗ്രാമുകൾ, മേജർ പ്രോഗ്രാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. ഇത് RCSIയുടെ ടൈം ടേബിൾ പ്രകാരമാണ്. ഒരു സെപ്റ്റംബർ ആണ് യൂഷ്വലി പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. പ്രിസ്ക്രൈബിംഗ് പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. ബാക്കി എല്ലാ പ്രോഗ്രാമുകളും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകളും മാസ്റ്റേഴ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. പക്ഷെ ഫണ്ടിങ് കോളുകൾ, അതായത് നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഫണ്ട് തരാനായിട്ട് വിളിക്കുന്നത് ടൈമിംഗ് വരുവാണ്. ദാറ്റ് ഈസ് ഫ്രം ഫെബ്രുവരി. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ തന്നെ ഈ ഒരു സെഷൻ ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് അതിൻ്റെ സമയം വരുന്നത്. ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പല ഓർഗനൈസേഷനിലും മാർച്ച് ഏപ്രിൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ചോദിക്കും. സോ ആരെങ്കിലും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യാം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ. ഇനി ഫീസ്, ഇത് വേറെ പലപ്പോഴായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് ഏകദേശം 3600 യൂറോ ആണ് വരുന്നത്. ഡിപ്ലോമയ്ക്ക് 7040, മാസ്റ്റേഴ്സ് 2 വർഷത്തേക്കിന് 13870. ഇത് ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. യൂണിവേഴ്സിറ്റികൾക്കനുസരിച്ചും പ്രോഗ്രാമുകൾക്കനുസരിച്ചിട്ടും ഈ പൈസ വ്യത്യാസപ്പെടാം. അതുകൊണ്ട് ഏത് പ്രോഗ്രാമിനാണോ, ഏത് ലെവൽ ഓഫ് പ്രോഗ്രാമിനാണോ, ഏത് യൂണിവേഴ്സിറ്റിക്കാണോ ജോയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ വർഷത്തെ കറക്റ്റ് ഫീസ് നോക്കാം. പക്ഷെ ഇത് ഞാനൊരു ഏകദേശ കണക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ സെൽഫ് ഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യും. ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ HSC അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ സ്കിൽ നെറ്റ് പോലുള്ള ഓർഗനൈസേഷൻസ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു HSC ആണ് ഫണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ HREന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കോർഡിനേറ്ററിന്നോ ഒരു NMPDUവിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് അവർ പറയും. അല്ല, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ യൂഷ്വലി അവരെന്ത് ചെയ്യും, ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ആർക്കൊക്കെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു ഇൻട്രസ്റ്റ് കോൾ അയക്കും. അപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഇത് നമ്മളുടെ ഓർഗനൈസേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഓരോ ഓർഗനൈസേഷൻസിലും ഓരോ രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ചിലപ്പം ആളുകൾ കുറവാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി അപ്ലൈ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ നോക്കും, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നോക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ നമ്മുടെ അയർലൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൗ മോട്ടിവേറ്റഡ് വി ആർ, നമ്മൾ എന്തിനു ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നത് കാരണം എന്താണ് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്, അങ്ങനെയുള്ളതൊക്കെയാണ് അവർ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിന് സക്സസ് ആവുകയാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ ആയിരിക്കും പേ ചെയ്യുന്നത്. ഇത് ഒത്തിരി ഒരു അയർലൻഡിൻ്റെ ഒരു വലിയ ഒരു പോസിറ്റീവ് കാര്യമാണ്. ഒരുപാട് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അയർലൻഡിലേക്ക് നമ്മുടെ നഴ്സസിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻസ് ഫണ്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ റിയലി ഗുഡ്. ഇത് ഫണ്ടിങ് എമൗണ്ട്, അല്ലെങ്കിൽ ചിലര് ഫുൾ ഫണ്ട് ചെയ്യും, ചിലർ പാർട്ട്ലി ഫണ്ട് ചെയ്യും, ചിലർ 70% ഫണ്ട് ചെയ്യും. ഇതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൾ ഓരോ ഓർഗനൈസേഷനുകളിലും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ പറയും 2 ഇയർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ 2 വർഷം അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ചിലർ പറയും എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇതെല്ലാം
ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിന്റെ ബെസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കോർഡിനേറ്ററിനോടോ, അല്ലെങ്കിൽ അവിടെ മാസ്റ്റേഴ്സ് ചെയ്ത ഏതെങ്കിലും സുഹൃത്തിനോടോ, അല്ലെങ്കിൽ നിങ്ങളുടെ HR-നോടോ ഡയറക്റ്റ്ലി സംസാരിക്കാവുന്നതാണ്. എന്നിട്ട് നോക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ നഴ്സസിന് ഒരുപാട് ഫണ്ടിങ് വരുന്നുണ്ട്. ഇപ്പം സ്കിൽനെറ്റ് ആയാലും ഒക്കെ ഒരുപാട് ഓർഗനൈസേഷൻസ് നഴ്സസിനെ ഫണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി അപ്കമിങ് ഇയേഴ്സിൽ ഇപ്പം നമ്മളിപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് നഴ്സസിന് ഇപ്പോൾ ജെറന്റോളജി പ്രോഗ്രാം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നഴ്സസിന് ആ പ്രോഗ്രാമിലേക്ക് ഫണ്ടിങ് വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പരിചയത്തിലുള്ളവരോ ഒക്കെ ആ പ്രോഗ്രാം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതാണ് ജനറലി ഉള്ളത്. ഇനി ഇപ്പം നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പം ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്, ഇപ്പം അയർലൻഡിൽ നിന്ന് ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് PhDക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട്. PhD താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രൊഫഷണൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ PhDs എന്ന് പറയും, അല്ലെങ്കിൽ ട്രഡീഷണൽ റിസർച്ച് ഡോക്ടറേറ്റുകളുണ്ട്. അതാണ് ഡോക്ടറൽ ഫിലോസഫി അല്ലെങ്കിൽ PhD എന്ന് പറയുന്നത്. PhDയുടെ ഡ്യൂറേഷൻ 3 ഇയർ മുതൽ 6 ഇയർ വരെയാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ഫുൾ ടൈം ഓർ പാർട്ട് ടൈം. യൂഷ്വലി 3 ഇയർ എന്ന് പറയുന്നത് ഫുൾ ടൈം ആണ്, 6 ഇയർ എന്ന് പറയുന്നതാണ് പാർട്ട് ടൈം ആയിട്ട് വരുന്നത്. ഇതൊരു ലെവൽ 10 മേജർ അവാർഡാണ്. പിന്നെ ആ മലയാളികളും ഒരുപാട് നഴ്സസ് അയർലൻഡിൽ PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേരും അവരുടെ ക്ലിനിക്കലിലേക്കാണ്. ഇപ്പം നമ്മളുടെ ഇപ്പം നിങ്ങളുടെ ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപാട് ക്ലിനിക്കൽ ഡോക്ടറേറ്റ്സ് ഒക്കെ ക്ലിനിക്കലിലും വർക്ക് ചെയ്തിട്ട് ക്ലിനിക്കൽ സൈഡ് ഇംപ്രൂവ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു ഫീൽഡ് റിസർച്ച് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ല എനിക്ക് ക്ലിനിക്കലി അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും റിസർച്ച് ചെയ്യാം. അല്ല ഒരു കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഒരു ടീച്ചിങ് ആണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടെങ്കിൽ അങ്ങനെയും അത് ചെയ്യാം. അതിന്റെ എൻട്രി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം വേണം, ഒരു അപ്പർ സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ 2.1 എന്നാണ് ഇവിടുത്തെ അപ്പർ സെക്കൻഡ് ക്ലാസ്സിന് പറയുന്നത്, അതുണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് പ്രപ്പോസൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആ റിസർച്ച് പ്രപ്പോസൽ ഓൾറെഡി നിങ്ങൾ ഒരു സൂപ്പർവൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ടോപ്പിക്കിൽ ആ സൂപ്പർവൈസർ നിങ്ങളെ റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെന്റും ഉണ്ടായിരിക്കണം. സോ ഇപ്പോൾ ഒരു PhD ഡോക്ടറേറ്റിന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സൂപ്പർവൈസർ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഒരു സൂപ്പർവൈസറെ കണ്ടുപിടിച്ച് അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഒരു പ്രപ്പോസൽ അയച്ച് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറൽ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനും അക്കാഡമിക് IELTS വേണം. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മുടെ അയർലൻഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ NMBI രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സെപ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അഡീഷണൽ എക്സ്പെർട്ടീസ്, നിങ്ങൾക്കൊരു നല്ല ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു മെത്തഡോളജിക്കൽ എക്സ്പെർട്ടീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നല്ല അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ പ്രപ്പോസലിനകത്ത് എല്ലാവരും നോക്കുന്നത്. പിന്നെ എന്തെങ്കിലും പബ്ലിക്കേഷൻസ്, നല്ല ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ജേർണലുകളിൽ വേറെ റിസർച്ചുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു സ്ട്രോങ്ങർ പോയിന്റ് ആണ് നിങ്ങൾ ഒരു PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇത് ഡയറക്ട്ലി യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസറിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി ഒരു കുഞ്ഞ് കാര്യം ഞാൻ കരുതി, ഇപ്പം ഞാൻ RCSIലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഗീവ് എ ബിറ്റ് ബ്രീഫ് ഓറിയന്റേഷൻ അബൌട്ട് RCSI. നിങ്ങൾ എല്ലാവരും RCSIയുടെ എക്സാം എഴുതിയിട്ടുണ്ടാവും ഇവിടെ അയർലൻഡിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. RCSI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 230 വർഷം മുന്നേ റോയൽ ചാർട്ടർ വഴി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് റോയൽ കോളേജ് ഓഫ് സർജൻസ്. അന്ന് സർജറിയും മെഡിസിനും ഒക്കെ രണ്ട് വിഭാഗങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അതിനെ റോയൽ കോളേജ് ഓഫ് സർജൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്, നമ്മുടെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷനായ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ഓഫ് അയർലൻഡ് എന്ന് പറയുന്നതും ഉണ്ട്. പക്ഷെ പിന്നീട് മെഡിക്കൽ ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് എല്ലാം വന്നപ്പോഴത്തേക്കിനും മെഡിസിനും സർജറിയും ഒന്നായി അതൊരു മൊത്തത്തിലൊരു ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്യുകയൊക്കെ പോയി. എന്നിരുന്നാൽ പോലും റോയൽ കോളേജ് ഓഫ് സർജൻസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഫിസിഷ്യൻസ് ആയിട്ടും റൺ ചെയ്തു. പക്ഷേ ഇപ്പം RCSIക്ക് മെഡിസിൻ പ്രോഗ്രാംസും എല്ലാം തന്നെ, എല്ലാ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസും, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഉണ്ട് താനും. RCSIയിൽ ഒരുപാട് ഒരു ലെഗസി ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഇൻവെൻഷൻസും
കാര്യങ്ങളും എല്ലാം RCSIയുടെ പ്രൊഫസർമാർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാം പണ്ട് പഠിച്ചിട്ടുള്ള ഓർത്തോപെഡിക്സിൽ പഠിച്ചിട്ടുള്ള കൂലീസ് ഫ്രാക്ചർ കണ്ടുപിടിച്ച എബ്രഹാം കൂലീസ് RCSIയിലെ സർജറിയുടെ പ്രൊഫസറായിരുന്നു 1814. പിന്നെ ഫ്രാൻസിസ് റയാൻഡ് എന്ന് പറയുന്ന ഒരു ഫെല്ലോ ആണ് എന്താ ഹൈപ്പോഡെർമിക് സിറിഞ്ച് 1845 കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷന്റെ ചെയിൻ ആൻഡ് സ്റ്റോക്സ് അവരും ഐറിഷ് RCSIയിൽ വർക്ക് ചെയ്ത പ്രൊഫസർമാരായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഗ്ലോബലി ഒരു സർജിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം 2000 കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ് RCSI. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഒരു സർജിക്കൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് RCSI ആണ് 2007 ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. സർജിക്കൽ ട്രെയിനിങ് സിമുലേറ്റർ ആയിട്ട് ആദ്യത്തെ ഒരു വിർച്വൽ റിയാലിറ്റി ഇൻ മെഡിസിനിൽ കൊണ്ടുവന്ന ഒരു പൈനിയേഴ്സ് ആണ് റോയൽ കോളേജ് ഓഫ് സർജൻസ്. പിന്നെ അയർലൻഡിലെ ആദ്യത്തെ നേഴ്സ് അല്ലെങ്കിൽ മിഡ്വൈഫ് പ്രോഗ്രാം കൊണ്ടുവന്ന നേഴ്സ് പ്രിസ്ക്രൈബിംഗ് പ്രോഗ്രാം കൊണ്ടുവന്നതും RCSI ആണ്. അങ്ങനെ ഒരുപാട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ നഴ്സിംഗിലും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ നടത്തിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് റോയൽ കോളേജ് ഓഫ് സർജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ്. അതിന് മലേഷ്യ, അയർലൻഡ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലൊക്കെ ഒരുപാട് ക്യാമ്പസസ് ഉണ്ട്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റാങ്കിങ്ങിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് RCSI റാങ്ക്ഡ് ആണ്. പിന്നെ സബ്ജക്ട് റാങ്കിങ്ങിൽ 160, മെഡിസിനിൽ, ഫാർമസിയിൽ 200, നഴ്സിംഗിൽ ടോപ്പ് 25 എന്നീ റാങ്കിങ്സും RCSI ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ആദ്യത്തെ 300 യൂണിവേഴ്സിറ്റി റാങ്കിങ്സിലും RCSI ഉണ്ട്. അങ്ങനെ ഒരുപാട് റിസർച്ച് ഫണ്ടിങ്സ് ഓൾമോസ്റ്റ് അറൌണ്ട് 45 മില്യൺ യൂറോ റിസർച്ച് ഫണ്ടിങ് ഉണ്ട്. 7,900 പബ്ലിക്കേഷനുകളുണ്ട്. 61,000 61% ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ട്. 108 രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് RCSIയിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രൂലി ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ് RCSI. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RCSI ചൂസ് ചെയ്യാം, അല്ല വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ബിക്കോസ് എല്ലാ പ്രോഗ്രാംസും RCSIയിൽ ഉണ്ടാവണം എന്നില്ല. സോ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് താല്പര്യം എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ജേർണി ഐ ജസ്റ്റ് ടെൽ അബൌട്ട് മൈ ജേർണി. ഞാൻ എങ്ങനെയാണ് RCSIയിൽ എത്തിയെന്നുള്ളത്. ഞാൻ നാട്ടിൽ നിന്നാണ്. അയർലൻഡിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ എഡ്യൂക്കേഷനും ചെയ്തത് നാട്ടിലാണ്. ഞാൻ 2010 മണിപ്പാലിൽ നിന്ന് BSc നഴ്സിംഗ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ 1 ഇയർ മണിപ്പാലിൽ തന്നെ അസിസ്റ്റന്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്തു. അതിന് ശേഷം 11 ആയപ്പോഴത്തേക്കിന് ഞാൻ മാസ്റ്റർ ഓഫ് സയൻസ് ന്യൂറോ സയൻസ് സ്പെഷ്യലൈസേഷൻ ആയിട്ട് തന്നെ ഞാൻ മണിപ്പാലിൽ നിന്ന് തന്നെ ചെയ്തു. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ഫെലോഷിപ്പ് വന്നു. ഫുൾ ടൈം PhD ചെയ്യാനായിട്ട് 3.5 years ഫുൾ ടൈം PhD ചെയ്യാനായിട്ട് ഒരു ഫെലോഷിപ്പ് കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2013 ആ ഫെലോഷിപ്പ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുകയും എനിക്ക് ഡോക്ടർ TMI ഫെലോഷിപ്പ് കിട്ടി. അങ്ങനെ ഞാൻ PhDക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞ് ഞാൻ PhD കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യൻ സ്ട്രോക്ക് ക്ലിനിക്കൽ ട്രയൽ ഇന്ത്യൻ ICMR ഒരു സ്ട്രോക്ക് ട്രയൽ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന് 2 നാഷണൽ കോർഡിനേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ഒരു നാഷണൽ കോർഡിനേറ്റർ നോർത്തിലും ഒരാൾ സൗത്തിലും ശ്രീജിത്ത് തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് ഞാൻ ഒരു നാഷണൽ കോർഡിനേറ്റർ ആയിട്ട് ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു 2 വർഷം ഞാൻ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചറായിട്ട് ശ്രീചിത്രയിൽ വർക്ക് ചെയ്തു. അത് ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസിൽ വർക്ക് ചെയ്യാനോ ICMR-ആയിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ RCSIക്ക് തന്നെ ഒരു ബഹ്റൈൻ ക്യാമ്പസ് ഉണ്ട്. അവിടെ ഞാൻ 2019 ഞാൻ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെല്ലാം അയർലൻഡിലേക്ക് പോയി. ഒരുപാട് പേര് അവിടെ അയർലൻഡിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് ഞാൻ RCSI അയർലൻഡിൽ ഒരു ലെക്ചറർ അല്ലെങ്കിൽ പ്രോഗ്രാം ഡയറക്ടർ ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ എല്ലാ എഡ്യൂക്കേഷൻ നാട്ടിൽ നിന്നായിട്ട് എനിക്കൊരു ജോബ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയി. ഒരു 3 റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ദേ വെർ ഹാപ്പി. ആൻഡ് കോവിഡിന്റെ നടുക്ക് സമയത്ത് 2021 ഞാൻ RCSIയിൽ പ്രോഗ്രാം ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു RCSIയിൽ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം. ഒരുപാട് 3 പ്രോഗ്രാമുകളോളം നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി.
പിന്നെ ഒരുപാട് ഫണ്ടഡ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തു. ഒരുപാട് 17ഓളം ഫണ്ടഡ് പ്രോജക്ട്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും നാള് കൂടിയിട്ട്. ഞാൻ ഇപ്പം ഓവർ 12 PhD സ്കോളേഴ്സിനെ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുറേ റിസർച്ച് പബ്ലിക്കേഷൻസ് ഒക്കെ ചെയ്തു. ഓൾമോസ്റ്റ് 75 ആർട്ടിക്കിൾസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ലിസ്റ്റിന്റെ വേൾഡ് ടോപ്പ് 2% ഓഫ് ലിസ്റ്റിൽ ഞാൻ 2023 മുതൽ എന്നെ ലിസ്റ്റിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റി, ബിക്കോസ് ഓഫ് മൈ റിസർച്ച് ഔട്ട്പുട്ട്. എനിക്ക് റീസെന്റ് ഒരു US ഹെൽത്ത് കെയർ ഫോറത്തിൽ നിന്ന് ഒരു 40 under 40 പബ്ലിക് ഹെൽത്ത് കാറ്റലിസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഒന്ന് രണ്ട് ജേർണൽസിൽ ഞാൻ കുറച്ച് റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് ജേർണൽസിന്റെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലോസ് വൺ അല്ലെങ്കിൽ BMC നഴ്സിംഗ് അങ്ങനെയുള്ള ജേർണൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മണിപ്പാലിലും കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലും ഞാൻ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് നഴ്സസുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ടോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ഒരുപാട് ലൈക്ക് ഐ ലൈക്ക് ടു ബി ഇന്ററാക്ടിങ് വിത്ത് നഴ്സസ്. ആൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എയിമിനെ പോലെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എയിമിനെ പോലെ ഒരു ഫോറം ഇങ്ങനെ ഒരു ലൈക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ ഞാൻ റെഡിലി ആയിട്ട് എഗ്രി ചെയ്തതും. ഒരു കോസിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത്. സോ അതാണ് ദാറ്റ് ഈസ് മൈ ജേർണി ഇൻ നഴ്സിംഗ്. അപ്പോ ഇനി നമ്മൾ സോറി, ഞാൻ ചാറ്റ് ഒന്നും നോക്കിയിട്ടില്ല. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചാറ്റിൽ ഷെയർ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഞാൻ ഇവിടെ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യാണ്, ജസ്റ്റ് ഫോർ എ മൊമെന്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ വിഷ്ണു. ഞാൻ ആരെങ്കിലും ടോക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നേരത്തെ തൊട്ട് നമുക്ക് ഓരോരോ പാർട്ടിൽ ഒന്ന് രണ്ട് ഡൗട്ട്സുകൾ വരുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് കവർ ചെയ്തതിനു ശേഷം യെസ്. ബാക്കിയിലേക്ക് പോവാം. ഒന്ന്, ആർ ദ ക്രെഡിറ്റ്സ് ആൻഡ് ലെവൽ റിലേറ്റഡ്? ക്രെഡിറ്റ്സും ലെവലും എന്ന് പറയുന്നത് റിലേറ്റഡ് ആണോ എന്നൊരു ചോദ്യമാണല്ലോ ഇതിനൊക്കെ. ആദ്യം പറഞ്ഞ ക്രെഡിറ്റുകളും ലെവൽ 9 എന്ന് പറഞ്ഞ പിന്നെ സി, എനിക്കൊന്ന് ആ ക്രെഡിറ്റ് മറ്റേ അല്ല 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 30. അല്ല, ആ ക്രെഡിറ്റുകളും ലെവലുകളും റിലേറ്റഡ് അല്ല. അതായത് ഓരോ ലെവൽസും ഡിഫറെന്റ് ആണ്. അത് ലെവല് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ലെവൽ ഓഫ് പ്രോഗ്രാം എന്നുള്ളതാണ്. പ്രോഗ്രാമിന്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു PhD ഇപ്പോൾ 70 or 80 ക്രെഡിറ്റ് ഉണ്ടാവും, പക്ഷേ അതൊരു ഇക്വലൻ ടു മാസ്റ്റേഴ്സ് അല്ല. അത് തമ്മിൽ റിലേറ്റഡ് അല്ല. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ക്യാൻ വി വർക്ക് ആസ് എൻ ANP ഇഫ് യു ഹാവ് ഡൺ ദ സർട്ടിഫിക്കറ്റ് ഇൻ ANP? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഡൂയിങ് മാസ്റ്റേഴ്സ് ഇൻ ANP കമ്പയർഡ് ടു സർട്ടിഫിക്കറ്റ് കോഴ്സ്? ആ സർട്ടിഫിക്കറ്റ് കോഴ്സും മാസ്റ്റേഴ്സും തമ്മിലൊരു ആ ഇതിനാണ് ചോദിച്ചത്. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നമുക്ക് സർട്ടിഫിക്കറ്റിന് ANP ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ, പക്ഷേ വേറെ ഫുൾ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ കാര്യം, കുറെ കൂടെ ഹയർ ലെവൽ ആയിട്ടുള്ള കാരണം ഡെഫിനറ്റ്ലി മോർ മോഡ്യൂൾസ് പഠിക്കും, മോർ ക്ലിനിക്കൽ എക്സ്പെർട്ടീസ് ഉണ്ടാകും. പക്ഷേ ഇതിന് ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് ഉള്ള ഒരു നേഴ്സ് ആണെങ്കിൽ ANPക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കോഴ്സസ് നമ്മുടെ റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ് വഴി എക്സംഷൻ കിട്ടും. അപ്പം നിങ്ങൾ ആക്ച്വലി ANPയിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ANPക്ക് നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻ സെഷൻസ് RCSI ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ANPയുടെ പ്രോഗ്രാം ഡയറക്ടർ തന്നെ വന്നിട്ട് നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ പറയും. അപ്പോൾ RCSIയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ANP പ്രോഗ്രാം എടുക്കുമ്പോൾ അവിടെ ഒരു ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ സെഷൻസിന്റെ ലിങ്ക് വരും. അപ്പോൾ ആ സമയത്ത് പോയിട്ട് ചോദിക്കുവാണെങ്കിൽ ഇതിന്റെ ഈ ANP പ്രോഗ്രാം ഒട്ടും നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ഓരോരുത്തർക്കും നമ്മളുടെ റിക്വയർമെന്റ്സിനും നമ്മളുടെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷനും അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആണ്. സോ ആ ഒരു സ്പെഷ്യാലിറ്റിയുടെ എക്സ്പേർട്ട് തന്നെ വന്നിട്ട് അതിന് ആൻസർ പറയും. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരു ഡൗട്ട് ഉള്ളത് ഹൈബ്രിഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു, അതെന്താണ് എന്നുള്ളത്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഹൈബ്രിഡ്. ഹൈബ്രിഡ്? ഓക്കെ, ഹൈബ്രിഡ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഫുള്ളി ഓൺലൈൻ ആണോ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ പ്ലസ് ലൈവ് ആയതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസസ്മെന്റുകളാണെങ്കിലും ചില അസസ്മെന്റുകൾ ലൈവ് അസസ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു സ്റ്റാഫുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ചില അസസ്മെന്റുകൾ ഓൺലൈൻ ആണ്, നിങ്ങൾ ഓൺലൈനിൽ പോയിട്ട് ഫില്ല് ചെയ്യണം. ചില അസസ്മെന്റുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരുവാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് ചിലത് ഓൾറെഡി റെക്കോർഡഡ് ആൻഡ് അപ്ലോഡഡ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ ടൈം
ടൈമിൽ പോയിട്ട് അത് വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. വേറെ ചില ലെക്ചേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടിട്ടാണ് ഇതിനെ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ഓൾറെഡി കവർ ചെയ്തതാണ്. വാട്ട് ഈസ് ഉം. ഡിഫറൻസ് ബിറ്റ്വീൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ? ഡിപ്ലോമ. എനിക്ക് ഓക്കെ. തോന്നുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലുള്ള 30 ക്രെഡിറ്റ് 6 മാസം ഉള്ള പ്രോഗ്രാമുകളാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ. വെറസ് ഡിപ്ലോമ എന്ന് പറയുന്നത് 1 ഇയർ പ്രോഗ്രാമുകളാണ് ഡിപ്ലോമ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫിനിഷിംഗ് പി ജി സെർട്ട് ആൻഡ് പി ജി നിങ്ങൾ പി ജി സെർട്ടും പി ജി ഡിപ്ലോമയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം എസ് സിയിൽ ക്യാൻ ബി പുട്ട് എം എസ് സി. ഇല്ല, എം എസ് സി എന്ന് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എഴുതുന്നത് പി ജി ഡിപ്ലോമ ഇൻ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്. പക്ഷേ നമ്മൾ എം എസ് സി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എം എസ് സി നഴ്സിംഗ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു ചോദ്യമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ലെവൽ 9 സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇപ്പൊ എന്തൊക്കെയാണ്? അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ കെയർ ഓഫ് സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് RCSIയുടെ പ്രോഗ്രാം. അതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ ഈ സർജിക്കൽ നഴ്സിംഗിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് കെയർ ഓഫ് സർജിക്കൽ പേഷ്യന്റ് എന്നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് മോഡ്യൂളുകൾ മുഴുവൻ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും. വേറെ നമ്മളൊരു പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മോഡ്യൂളുകളായിരിക്കും നമ്മൾ എടുക്കേണ്ടത് വരുന്നത്. നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവര് അവരിപ്പം ലാംഗ്വേജ് എക്സാമുകൾ ക്ലിയർ ചെയ്ത RCCയിൽ അല്ല NMBA രജിസ്റ്റേർഡ് അല്ല, ആ അങ്ങനെയുള്ളവർക്ക് ഇവിടെ എന്തെങ്കിലും കോഴ്സുകൾ എടുക്കാനുള്ള ഓപ്ഷൻസ് അതിനെപ്പറ്റി? ആ ഓക്കെ. അത് ഒത്തിരി നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പം ഞാൻ ഒരാൾ HC ആയിട്ട് വർക്ക് ചെയ്യാണ്, പക്ഷെ NMBAയിൽ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലീഡർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അഡ്വാൻസ് ലീഡർഷിപ്പ് എടുക്കുമ്പോഴും നമ്മളൊരു അതിനകത്തുള്ള ഒരു ടെക്നിക്കൽ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം നാട്ടിലുള്ള ഒരാളാണെങ്കിൽ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നാട്ടിൽ ഒരു ക്ലിനിക്കലി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഏരിയ ഓഫ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. ഇപ്പം എനിക്ക് NMBA രജിസ്ട്രേഷൻ ഇല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നാട്ടിലൊരു നേഴ്സാണ്. ഞാൻ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് NMBA രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ അഡ്വാൻസ് ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ എന്താണ് പഠിക്കുന്നത്, നഴ്സിംഗ് ഒരു പ്രോഗ്രാമാണ് പഠിക്കുന്നത്. അത് ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ HCA ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നോ IELTS, നോ OET. അപ്പോൾ ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. സോറി. ഓക്കെ. പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഈസ് ലെവൽ 9 ക്വാളിഫിക്കേഷൻ. ഈസ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഈസ് ലെവൽ 9 ക്വാളിഫിക്കേഷൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മാസ്റ്റേഴ്സ് ആണെങ്കിൽ ലെവൽ 9 തന്നെയാണ്. ഓക്കെ. ഈസ് ദർ എനി ഓപ്പർച്യൂണിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആഫ്റ്റർ ഇന്ത്യൻ PhD? Here is the അതുകൊണ്ടാണ് example. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാണ് ഞാൻ RCSIയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ വരുമ്പോൾ അവർ നോക്കുന്നത് നമ്മുടെ റിസർച്ച് പ്രൊഫൈലും ടീച്ചിങ് പ്രൊഫൈലും ആണ് ബേസിക്കലി അവർ നോക്കുന്നത്. എനിക്ക് ഡോക്ടർ വിഷ്ണു, ഇപ്പം ഡോക്ടർ വിഷ്ണുവിന് അവിടെ RCCയുടെ ബെഹ്റിലെ ക്യാമ്പസിൽ ഒരു ഇത് കിട്ടി, അങ്ങനെയാണ് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇതുപോലെ മറ്റു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു PhD ചോദ്യത്തിന് കുറച്ചുകൂടെ ആൻസർ കിട്ടുമെന്ന് തോന്നുന്നു. വേറെ എവിടെയൊക്കെ അന്വേഷിക്കാൻ പറ്റുമെന്നൊരു അല്ല ഇപ്പം എഡ്യൂക്കേഷൻ ഇപ്പോൾ നമുക്ക് ഇപ്പം അയർലൻഡിൽ തന്നെ നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റികളിലേക്ക് വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ് അല്ലെങ്കിൽ UK ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏത് യൂണിവേഴ്സിറ്റീസിലേക്കായാലും ഇത് നമ്മൾ ഏജൻസി വഴിയോ അങ്ങനെയുള്ളതൊന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി, കാരണം എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെല്ലാം ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നാൽ മതി. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ പോയി നോക്കിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റികളിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിരുന്നാൽ മതിയാവും. അപ്പോൾ അവർ നോക്കുന്നത് നമ്മൾക്കൊരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കും. നമുക്കൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നമ്മുടെ റിസർച്ച് പ്രൊഫൈലും ടീച്ചിങ് പ്രൊഫൈലും ആണ് അവർ ബേസിക്കലി നോക്കുന്നത്. അപ്പൊ അതിൽ ഉണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാം. Another question, Vishal. I am currently working in an HSC nursing home. I have completed a diploma in nursing, post BSc nursing, and MSc nursing in medical surgical nursing in India. Are these qualifications are recognized in Ireland, and under which level of the Irish qualification framework would they be assessed?
ടെക്നിക്കലി നമ്മളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി വാലിഡ് ആവുന്നത് കൊണ്ടാണല്ലോ നമ്മളിവിടെ RGN ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഈ MSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ MSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ വളരെ ബ്രോഡാണ്. അപ്പൊ അത് ഇവിടെ എങ്ങനെയാണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇവിടെ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ആ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാട്ടില് സൈക്കാട്രിക് നഴ്സിംഗ് ഒരു സ്പെഷ്യലൈസേഷൻ ആണ്, അയർലൻഡിലും സൈക്കാട്രിക് നഴ്സിംഗ് ഒരു സ്പെഷ്യലൈസേഷൻ ആവുന്നത് കൊണ്ടാണ് നാട്ടിൽ നിന്ന് സൈക്കാട്രിക് നഴ്സിംഗ് എടുത്തു വരുന്നവർക്ക് ഇവിടെ അഡീഷണലി സൈക്കാട്രിക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഇത് പറ്റുന്നത്. വേറാസ് നമുക്ക് ഇവിടെ മെഡിക്കൽ സർജിക്കൽ ഒരു അഡീഷണൽ രജിസ്ട്രേഷൻ അല്ല, നമ്മളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തന്നെ, പിന്നെ മാത്രമല്ല അയർലൻഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ കാർഡിയാക്ക്, കൊറോണറി അല്ലെങ്കിൽ കാർഡിയാക്കോ, ഒഫ്താൽ, ഓൺകോ ഇതിനെല്ലാം സെപ്പറേറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ്. പിന്നെ അതൊന്നും തന്നെ അത് ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് ഇസ് ലീഡിങ് ടു എ രജിസ്ട്രേഷൻ പ്രോസസ്. അതൊരു ഹയർ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ അതിനെ ഒരു ഇപ്പൊ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, MSc മെഡിക്കൽ സർജിക്കൽ പഠിച്ചാൽ ഒരു ബെനിഫിറ്റ് ഇല്ല, വേറെ സൈക്കാട്രി പഠിക്കുകയാണെങ്കിൽ അവർക്ക് സൈക്കാട്രിക് നഴ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. അതിവിടെ ഒരു അതായത് ഒരു കൺട്രിയുടെ സിസ്റ്റം അങ്ങനെ ആവുന്നത് കൊണ്ടാണ്, അവിടെ ഒരു അഡീഷണൽ രജിസ്ട്രേഷൻ സൈക്കാട്രിക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ യൂഷ്വലി ഇപ്പൊ ഇൻ കേസ് ആരെങ്കിലും ചോദിക്കുവാണ്, നമ്മളുടെ അടുത്ത് ചോദിക്കുവാണ് നിങ്ങളുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഏത് ലെവലിലാണെന്ന് ചോദിക്കുവാണെങ്കിൽ യു ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് ലെവൽ 9. പക്ഷെ അതൊരു എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഫോർമലി നമുക്കത് എവിടെയെങ്കിലും കൊടുത്ത് അസസ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു MSc ഗൈനിയിലും സെയിം സൈക്കാട്രിയുടെ അതെ അതേ ഇത് അതെ അതെ, തന്നെയാണെന്ന് ഇവിടെ തോന്നുന്നു. നമുക്ക് മിഡ് വൈഫ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതെ, അതൊക്കെ ഇവിടെ ഇപ്പം സ്പെഷ്യലൈസേഷൻസ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കോവർക്കർ ഉണ്ട്, എനിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരി അതുപോലെ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞു. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദെൻ താങ്ക് യു. GNM nurse can they do certificate programs level 9 without completing BSc program? എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി ആൻസർ ചെയ്തായിരുന്നു. റോഷിനി, അത് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു. ചെയ്യാൻ പറ്റും. ഒരു അഡീഷണൽ ഒരു കോഴ്സ് ഉണ്ട് നമ്മുടെ, അത് ഒരു സപ്പോർട്ട് എൻട്രി ഉണ്ട്. ആ പാത്ത് വേ കഴിഞ്ഞാൽ മതി. GNM കഴിഞ്ഞ് ലെവൽ 8 അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി 6 months സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല രഞ്ജു, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെവൽ 8 GNM കഴിഞ്ഞിട്ട് ലെവൽ 8ലേക്ക് പോകണമെങ്കിൽ പ്രോഗ്രാം 1 ഇയർ ആണ്. അത് BSc ഇൻ നഴ്സിംഗ് മാനേജ്മെന്റ് ആണ് പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ. കമ്മ്യൂണിറ്റി RGN ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സസ് സജസ്റ്റ് ചെയ്യാമോ? പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. RCSIയിലും ഉണ്ട്, മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. ജസ്റ്റ് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഒന്ന് നോക്കിയെടുത്താൽ മതി. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാവട്ടെ അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എടുക്കുന്നത്, എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഏതാണ് മോഡ്യൂളുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് പ്രയോജനപ്പെടുന്നതെന്ന് നോക്കാം. എന്നിട്ട് ആ പ്രോഗ്രാം എടുത്താൽ മതിയാകും. വാട്ട് ആർ ദ സ്യൂട്ടബിൾ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഫോർ സപ്പോർട്ട് വർക്കിംഗ് ഇൻ നഴ്സിംഗ് ഹോം? നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്ന കൂടുതൽ പേര് എടുക്കുന്നത് നമ്മുടെ MSc അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ജെറന്റോളജിക്കൽ നഴ്സിംഗ് ആണ് കൂടുതൽ പേര് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെയുണ്ട്. പിന്നെ ലീഡർഷിപ്പ് റോളിൽ ഓൾറെഡി ഒരു CNM റോളിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർ ജെറന്റോളജി എടുക്കാതെ അഡ്വാൻസ് ലീഡർഷിപ്പ് എടുക്കുന്നതായിട്ടും കാണാറുണ്ട്. പിന്നെ വളരെ ചുരുക്കം പേര് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളും ചെയ്യുന്നതായിട്ട് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കൂടുതൽ പേരും ഇപ്പൊ നമ്മൾ ഒരു നഴ്സിംഗ് ഹോമിൽ നിന്ന് വേറെ നഴ്സിംഗ് ഹോമിലേക്കൊക്കെ മാറാനൊക്കെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജെറന്റോളജിക്കൽ നഴ്സിംഗ് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. When we are appearing for interview, does it matter which university we did the course? എന്തിന്റെ ഇന്റർവ്യൂ ആണ്? അല്ല, ഒരു പുതിയൊരു ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴാണോ അങ്ങനെ അല്ലെങ്കിൽ ഒരു പുതിയ റോളിലേക്ക് ചെയ്യുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ളത് മാറ്റർ ചെയ്യത്തില്ല. ബിക്കോസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് NMBA രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒന്നാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസും NMBA രജിസ്റ്റേർഡ് ആണ്, അയർലൻഡിലുള്ള എല്ലാ നഴ്സിംഗ് പ്രോഗ്രാംസും. പിന്നെ NMBAയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഏത് പ്രോഗ്രാം ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ആ പ്രോഗ്രാം ഉണ്ടെന്നും അത് എത്ര നാൾ മുതൽ എത്ര നാൾ വരെ NMBAക്ക് അപ്രൂവൽ ഉണ്ടെന്നും NMBAയുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. അക്രഡിറ്റേഷൻ ഉണ്ടെന്നും കാണാൻ പറ്റും. അത് ഓൾറെഡി. പിന്നെ ഇവിടെ അങ്ങനെ അയർലൻഡിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്രോഗ്രാംസും അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമേ യൂഷ്വലി എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്താറുള്ളൂ. അപ്പം BSc ഏത് യൂണിവേഴ്സിറ്റി, സോറി,
സോറി, പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് വലുതായിട്ട് മാറ്റർ ആകുന്നില്ല. പക്ഷെ ഓ എപ്പോഴും ഇപ്പൊ നമ്മൾ വേറൊരു പുറത്തേക്കൊരു രാജ്യത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ചെയ്യുന്നതിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവും. BSc മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് MSc ഇഷ്ടമുള്ളത് ചെയ്യാമോ? ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനുള്ള പ്രശ്നം, നമ്മൾ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നതുള്ളത് ആ ഏരിയയിലാണെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാമിന് എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ന്യൂറോയിലാണ് വർക്ക് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ന്യൂറോയിൽ ചെയ്യാൻ മാത്രമേ എലിജിബിലിറ്റി കിട്ടാറുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പം MSc ഇഷ്ടമുള്ളത് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം ആ ഏരിയയിൽ വർക്ക് ചെയ്തതിന് ശേഷം, ജോയിൻ ചെയ്തതിന് ശേഷം ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് ആം, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ന്യൂറോ ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാനൊരു ന്യൂറോ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ന്യൂറോ ഹോസ്പിറ്റലിലേക്കോ ജോയിൻ ചെയ്തതിന് ശേഷം ന്യൂറോയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതാവും ഉത്തമം. There are any diploma specialized courses in RCCA not allowed to study during maternity leave? എനിക്കത് മനസ്സിലായില്ല. സാർ, ഇപ്പൊ മെറ്റേണിറ്റി ഞാൻ എന്തോ? പറയാം. ഞാൻ ആക്ച്വലി ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ അക്യൂട്ട് മെഡിക്കൽ ഞാനൊരു യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തു. ഞാൻ ആക്ച്വലി 2 months ക്ലാസ് പോയി. പക്ഷേ ഞാൻ 3rd month പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ക്ലിനിക്കൽസ് ഉം. ചെയ്യേണ്ട അവരെന്നെ അലോ ചെയ്യാൻ സമ്മതിച്ചില്ല. കോഴ്സ് എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. സോ ആ ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ എനിക്ക് ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ? ഏതൊക്കെ സ്പെഷ്യലൈസ്ഡ് കോഴ്സിനാണ് ക്ലിനിക്കൽ ക്ലിനിക്കൽ അസസ്മെന്റ് നിർബന്ധമുള്ളതെന്ന് നമുക്കത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റുമോ? അതെങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരു ക്ലിനിക്കൽ കമ്പോണന്റ് ഉണ്ട്. യൂഷ്വലി ഇപ്പം മെറ്റേണിറ്റി ലീവിലാണെങ്കിൽ യൂഷ്വലി 6 months ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് റീജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കത്തില്ല. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 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 ജാനുവരി ഇപ്പം സെപ്റ്റംബർ ഇൻടേക്കിൽ ജോയിൻ ചെയ്യുന്നു. ബൈ ഇപ്പോൾ ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു 6 months കഴിഞ്ഞപ്പോൾ ഒരാൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ആ അവിടെ വെച്ചിട്ട് ആ കോഴ്സ് ബ്രേക്ക് ചെയ്തിട്ട് പോകാം. എന്നിട്ട് എവിടെ വെച്ചിട്ടാണോ ബ്രേക്ക് ചെയ്ത് പോകുന്നത് നെക്സ്റ്റ് ഇയർ അവിടുന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ സാർ, ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. അതല്ല അപ്പൊ യൂഷ്വലി എങ്ങനെയാന്ന് വെച്ചാൽ, കാരണം ക്ലിനിക്കൽ കമ്പോണൻസ് ഈ പ്രോഗ്രാമുകൾക്കെല്ലാം തന്നെ കുറച്ച് ക്ലിനിക്കൽ കമ്പോണന്റ് ഉണ്ട്. അതായത് നമ്മൾ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കോമ്പിറ്റൻസി അസസ്മെന്റുകളും അസൈൻമെന്റുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ഡയറക്റ്റ്ലി നമ്മൾ പേഷ്യന്റ് ഫേസിംഗ് ആണെങ്കിൽ മാത്രമേ ആ റിക്വയർമെന്റ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ RCSയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ലീവ് ഓഫ് ആബ്സെൻസ് എന്നാണ് അതിന് പറയുന്നത്. ലീവ് ഓഫ് ആബ്സെൻസ് എടുത്ത് പോയിട്ട് തിരിച്ച് അതേ പ്രോഗ്രാമിൽ ആ വർഷം തന്നെ നെക്സ്റ്റ് ഇയറിൽ വന്നിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. പീഡിയാട്രിക് കമ്മ്യൂണിറ്റി നഴ്സിന് PG കോഴ്സ് ഏതാണ് ബെസ്റ്റ്? ഈ പീഡിയാട്രിക് കമ്മ്യൂണിറ്റി നഴ്സിംഗിന് RCSയിൽ പ്രോഗ്രാം ഇല്ല. വേറെ ഒരു പ്രോഗ്രാം ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കുന്നത് കുറച്ചും കൂടെ ഒരു നല്ലതായിരിക്കും. എനിക്ക് എക്സാക്ട്ലി പറയാനായിട്ട് ഇപ്പോൾ അറിയുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നില്ല. പക്ഷെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് NMBIയുടെ വെബ്സൈറ്റിനകത്തൊന്ന് പോയി നോക്കിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ NMBIയുടെ എഡ്യൂക്കേഷണൽ ടീമിന് ഒരു മെയിൽ അയച്ചാലും അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ. Palliative care course available in other university for nursing home staff? അതും NMBIയുടെ സൈറ്റിൽ നോക്കുന്നതായിരിക്കും. കാരണം എനിക്ക് എക്സാക്ട്ലി എല്ലാ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് അത്ര ഒരു ലൈക്ക് കാരണം ഇവിടുത്തെ എല്ലാ സ്പെഷ്യലൈസേഷൻസും വളരെ വളരെ സ്പെസിഫിക് ആവുന്നത് കൊണ്ട് തന്നെ എനിക്കറിയില്ല പാലിയേറ്റീവ് ഉണ്ടോ എന്നുള്ളത്. ബെറ്റർ വിൽ ബി NMBIയുടെ വെബ്സൈറ്റ്. ഞാൻ NMBIയുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. സോറി വിഷ്ണു, ഞാനത് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അവൈലബിൾ ആണ്. ആണല്ലേ? ആ, ഓക്കെ 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 ഓക്കെ. ആ UCDയും ചെയ്യുന്നുണ്ട്, TCDയും ചെയ്യുന്നുണ്ട്, പാലിയേറ്റീവ് TCD കെയർ ചെയ്യുന്നുണ്ട്. കോഴ്സ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അത് താങ്ക് യു. ഇങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് പലർക്കും അറിയുന്നത്. താങ്ക് യു ഷെൽബി. അറിയുന്നുണ്ട്, അതെ അതെ. ആഫ്റ്റർ GNM BSc നഴ്സിംഗ് മാനേജ്മെന്റ് പാർട്ട് ടൈം ആയതുകൊണ്ട് അതർ കൺട്രീസിൽ അക്സെപ്റ്റഡ് ആയിരിക്കുമോ? ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ, UK, USA പാർട്ട് ടൈം ഇത് ആയിട്ട് എടുക്കുന്ന ഇത് കോഴ്സുകൾ. എനിക്ക് മനസ്സിലായി. ഈവൻ എൻ്റെ അടുത്ത് ഇതിന് മുന്നേ ഒരാൾ ചോദിച്ചിരുന്നു, ഇപ്പൊ ഇവിടുന്ന് ഒരു
BSc നഴ്സിംഗ് മാനേജ്മെന്റ് ചെയ്താൽ അതിനെ നാട്ടിൽ BSc ആയിട്ട് കൺസിഡർ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതെല്ലാം കൺട്രി സ്പെസിഫിക് ആണ്. എല്ലാ പ്രോഗ്രാംസും കൺട്രി സ്പെസിഫിക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ രാജ്യത്തേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൂടുതൽ പ്രോഗ്രാംസും ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രാജ്യത്ത് അത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ നഴ്സിംഗ് ബോർഡിന്റെ തീരുമാനങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് എക്സാക്ട്ലി അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും കൂടുതൽ പേര് ഇവിടുന്ന് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് ഓസ്ട്രേലിയയിലേക്ക് പോയതായിട്ടും UK പോയതായിട്ടും എനിക്കറിയാം. പക്ഷെ അവർക്കൊക്കെ വാലിഡ് ആയിട്ടുള്ളതാണ്. ലൈക്ക് ഇതെന്റെ ഒരു ലൈക്ക് അങ്ങനെ കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ്. അല്ലാതെ ഒരു റിട്ടൺ ഡോക്യുമെന്റോ കാര്യങ്ങളോ എനിക്കറിയത്തില്ല. എന്റെ ഒരു അറിവില് ഈ വിദേശ രാജ്യങ്ങളില് BSc നഴ്സിംഗ് എടുത്തിട്ട് അത് കേരള നഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ കിട്ടാത്ത ബാധ്യതകൾ നമുക്ക് കേട്ടിട്ടുണ്ട്. അതുപോലെ റെക്കഗ്നൈസ്ഡ് ആക്കാതെ വെക്കുന്ന ചിന്താഗതികളൊക്കെയാണ് നമ്മുടെ INC-യുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ബേസിക് എന്ന് പറയുന്നത് എന്നാണ് കേട്ടേക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനെയറുകൾ അല്ല, ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഈ നമ്മുടെ ഈ അഡ്വാൻസ് ലീഡർഷിപ്പും വൂണ്ട് കെയർ മാനേജ്മെന്റും ഒക്കെ നമുക്ക് ഒരുപാട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും നഴ്സസ് വന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഏത് രാജ്യത്തായാലും ഇത് എന്താ ഒരു എന്താ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ആണ് ബേസിക്കലി നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാളും നമ്മൾ എന്തൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ആണ് അതിന്റെ ഒരു ഒത്തന്റിക് സോഴ്സ് ആയിട്ടിരിക്കുന്നത്. അപ്പം അതുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ CV എഴുതാം. പിന്നെ ഇറ്റ് ഈസ് ബേസിക്കലി നമ്മുടെ ഒരു കോമ്പിറ്റൻസി ഡെവലപ്പിംഗ് ആണല്ലോ, അത് ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ. പക്ഷെ അല്ലാതെ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഒരു USC ഒരു ബാച്ചിലേഴ്സ് ഇൻ നഴ്സിംഗ് ചെയ്തിട്ട് അയർലൻഡിലേക്ക് വന്നാൽ അത് അയർലൻഡിൽ വാലിഡ് അല്ല. ഇപ്പൊ നമ്മൾ പറയുന്ന USC വരുമ്പോൾ പോലും, ബിക്കോസ് അതിന് അവരുടെ ക്ലിനിക്കൽ റിക്വയർമെന്റ്സും കാര്യങ്ങളും വീണ്ടും ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഓരോ കൺട്രിക്കും അത് സ്പെസിഫിക്കലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ചാറ്റില് ക്വസ്റ്റ്യൻസ് Chat ല് questions കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും ഡയറക്ട്ലി സംസാരിക്കണമെങ്കിൽ അതിന് മുന്നായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ സ്വന്തമായിട്ട് ചിലപ്പം ഫീസ് മുടക്കി പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ടാവും. ഇപ്പം എംപ്ലോയേഴ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഫീസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതായത് ഇപ്പം ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാത്തവർ അല്ലെങ്കിൽ സ്റ്റാമ്പ് 4 ആകാത്തവർക്ക് അങ്ങനെ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാകുമോ? ഇവിടുത്തെ സ്റ്റാമ്പ് 4 ആവാത്തവർക്ക് non-EU ഫീസ് ആണെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അത് ഏകദേശം ഡബിൾ ആയിരിക്കും അല്ലേ? ഡബിൾ അല്ല, പക്ഷെ കുറച്ചും കൂടെ കൂടുതലാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതാകുമ്പോൾ ഒരു Thank you, Shelby, for those kind words. ഇന്നത്തെ ഈ റാന്നിന്നാണ്. ആ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നഴ്സ് ട്യൂട്ടർ ആകാൻ വേണ്ടിയിട്ട് ആ സാറ് പറഞ്ഞില്ലേ ടീച്ചിങ് പ്രാക്ടീസസ് ഉണ്ടാവും, 100 hours ഉം, ഓഫ് പ്രാക്ടീസ് ഉം, എന്ന് ഉം, പറഞ്ഞല്ലോ. ഉം, ഉം. അതിന്റെ അകത്ത് അത് നമ്മൾ ഓൺലൈൻ ടീച്ചിങ് ആണോ അതോ ഓഫ് സൈറ്റ് ടീച്ചിങ് ആയിരിക്കോ? ഇത് ഒരു മിക്സ് ആണ്. കാരണം ഇപ്പൊ പല യൂണിവേഴ്സിറ്റീസിനും ഓൺലൈൻ ടീച്ചിങ്ങും ഓഫ്ലൈൻ ടീച്ചിങ്ങും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പൊ ഓൺലൈൻ ടീച്ചിങ് ആയാലും കുഴപ്പമില്ല, ഓഫ്ലൈൻ ടീച്ചിങ് ആയാലും കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ ഇത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെന്റ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ UCDക്കോ അതുപോലുള്ള യൂണിവേഴ്സിറ്റിയിൽ അവർ പറയും ഇത്ര ഓൺലൈനേ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ഓഫ്ലൈനേ പാടുള്ളൂ എന്നുള്ളത് പറയും. അത് ഡിപ്പെൻസ് അപ്പോൺ എല്ലാവരുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് അവരത് ക്ലിയർലി മെൻഷൻ ചെയ്യും. എലിജിബിലിറ്റി അല്ല, ഒരു റിക്വയർമെന്റ്സിനകത്ത് അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം കുറച്ച് ഓൺലൈനും പറ്റും, കുറച്ച് ഓഫ്ലൈനും പറ്റും. ഇപ്പൊ RCSIയുടെ പ്രകാരം 100 hours ആണ്. അതിനകത്ത് 30 ക്ലിനിക്കൽ ടീച്ചിങ് ആണ്. അപ്പോൾ അത് യൂഷ്വലി ഫേസ് ടു ഫേസ് ക്ലിനിക്കൽ ടീച്ചിങ് ആവണം എന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റിംഗ് അതിന്റെ ഏകദേശം അവസാന സൈറ്റിലേക്ക് വരുന്നു. നമ്മൾ ഇതിന്റെ റെക്കോർഡഡ് സെഷൻ എയിംനയുടെ യൂട്യൂബ് ചാനലിൽ പിന്നീട് അവൈലബിൾ ആയിരിക്കുന്നതാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഗ്രൂപ്പിൽ തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് കേൾക്കുവാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുവാനും സാധിക്കും.
ഓക്കെ, വാട്ട് ഈസ് ECTS ക്രെഡിറ്റ്സ്? ആ, അത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്നുള്ളതാണ് സുനു. നമ്മളത് ഓൾറെഡി സ്ലൈഡിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ പ്രോഗ്രാംസും ഇവിടെ നമ്മുടെ ക്രെഡിറ്റ് വഴിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മോഡ്യൂൾ എടുക്കുമ്പോഴും ആ മോഡ്യൂളിനകത്ത് ഇപ്പം എല്ലാ മോഡ്യൂളുകളും മിനിമം 10 ക്രെഡിറ്റ് ആയിരിക്കും. 10 ക്രെഡിറ്റ് എന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എത്ര അവേഴ്സ് ഓഫ് സ്റ്റഡി ഉണ്ട്, എന്തൊക്കെ കണ്ടന്റ് ആണ് പഠിക്കുന്നത്, നമ്മുടെ കരിക്കുലത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മോഡ്യൂളിന്റെ കരിക്കുലങ്ങളും മിനിമം 10 ക്രെഡിറ്റ് വീതമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 മോഡ്യൂൾ എടുത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം 30 ECTS ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ 6 മോഡ്യൂൾ എടുക്കുമ്പോൾ 60 ക്രെഡിറ്റ് ആകും. അപ്പോൾ അതാണ് 60 ക്രെഡിറ്റ്സ്. അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാകും. അങ്ങനെ. ഷൈജു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷൈജു പ്ലീസ്. ഹായ് സാറ്, ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യന്. ആ വൈഫ് MSc ഇൻ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആണ്. അപ്പോൾ MSc നഴ്സിംഗ് കഴിഞ്ഞ് 3 ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് അയർലൻഡിൽ വരുന്നത്. MScക്ക് ശേഷം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇല്ല നാട്ടിൽ. അപ്പം ഇവിടെ വന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ENT ഒരു ഓഫ്താൽമോളജി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫ്താൽമോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മെറ്റേണിറ്റി ലീവിലാണ്. അപ്പം 3 ഇയർ ആണല്ലോ സാർ ആദ്യം പറഞ്ഞ റിക്വയർമെന്റ്സ് വേണ്ടുന്നത്. അപ്പം നമുക്ക് 3 ഇയർ കഴിഞ്ഞിട്ടേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതോ നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് ടീച്ചിങ്ങിന്റെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അപ്ലൈ ചെയ്യാനായിട്ട്? ട്യൂട്ടർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, നഴ്സ് ട്യൂട്ടർ രജിസ്ട്രേഷന് വേണ്ടി അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ 3 വർഷത്തെ പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പൊ ആ മെറ്റേണിറ്റിയുടെ ടൈം? മെറ്റേണിറ്റിയുടെ ടൈം യൂഷ്വലി എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യൂ എന്നുള്ളത് എനിക്ക് അറിയില്ല. യൂഷ്വലി അത് എക്സംപ്റ്റഡ് ആണ്, ലൈക്ക് നോൺ കൗണ്ടഡ് ആണ്. അപ്പൊ 3 വർഷം. ഇപ്പൊ എത്ര നാളായി ജോയിൻ ചെയ്തിട്ട് ഷൈജു? ഇപ്പൊ 2023 ഡിസംബറിലാണ് ജോയിൻ ചെയ്തത്. ആ അപ്പൊ 24 ഡിസംബർ 25 ഡിസംബർ ആയപ്പം 2 ഇയർ കംപ്ലീറ്റ് ആയി. 2 ഇയർ. അപ്പൊ 3 ഇയർ വേണം. അപ്പൊ 3 ഇയർ ആയി കഴിയുമ്പോഴത്തേക്കിന് മൈറ്റ് ബി ഒരു എലിജിബിലിറ്റി, ഒരു അഡ്മിഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു മെയിൽ അയച്ചു നോക്കൂ. എന്നിട്ട് മെയിൽ അയച്ചിട്ട് പറയും ഇതുപോലെ ഒരു 6 മന്ത്സ് മെറ്റേണിറ്റിയുടെ ഗ്യാപ്പ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യോ ഇല്ലയോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ ഒന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു എക്സെംഷൻ തരും, അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുമില്ല 6 മന്ത്സും കൂടെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറയുവാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഓക്കെ, അപ്പൊ പറഞ്ഞാൽ മതി എനിക്ക് ഇതുപോലെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്തോളൂ. കാരണം നമ്മുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇടുമ്പോൾ അവര് ഒരു ജനറൽ റൂൾ ആയിരിക്കും ഇടുന്നത്, പക്ഷെ യു ഓൾവേസ് ഹാവ് ആൻ ഓപ്ഷൻ ടു അപ്പീൽ ഫോർ ഇറ്റ്. ഓക്കെ 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 സാർ, താങ്ക് യു. സാർ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. ഞാന് റാണി നാട്ടിലെ മാസ്റ്റേഴ്സ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണ്. പക്ഷെ ഞാനിപ്പോ ഇവിടെ HSC നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എനിക്ക് നഴ്സ് ട്യൂട്ടർ ഇതിലേക്കാണ് കരിയർ ഞാൻ സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ജെറണ്ടോളജി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സ് ട്യൂട്ടർഷിപ്പ് പ്രോഗ്രാം ഉണ്ടോ, അതോ അത് ഫുള്ളി സെപ്പറേറ്റ് കോഴ്സ് ആണോ? ഈ നഴ്സ് ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ്ലി ഒരു എഡ്യൂക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് റാണി. അപ്പൊ അതിനകത്ത് ഒരുപാട് ക്ലിനിക്കൽ കമ്പോണന്റുകൾ കുറവാണ്. അപ്പം പക്ഷെ നമ്മൾ ചിലപ്പോൾ പഠിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ജെറണ്ടോളജി ആയിരിക്കും പഠിപ്പിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കൂടുതലും ഒരു എഡ്യൂക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള നമ്മൾ നാട്ടിൽ പഠിക്കുന്ന എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, കരിക്കുലം ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് കൂടുതലും ഈ നഴ്സ് ട്യൂട്ടർ പ്രോഗ്രാമിൽ പഠിക്കുന്നത്. ഇപ്പൊ ഈ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യാനുള്ളതാണോ? ഈ ഒരു ഫോർ എക്സാമ്പിൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതാണോ, അതോ നമുക്കൊരു ക്ലിനിക്കൽ നഴ്സ് ട്യൂട്ടർ ആയിട്ട് അങ്ങനെ? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്ലിനിക്കലി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. HSCയിലും പ്രൈവറ്റിലും ഇങ്ങനെ നഴ്സ് ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്ലിനിക്കലിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ആ ജോബ്സിനെല്ലാം നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ചിലപ്പോൾ യൂണിവേഴ്സിറ്റികളിലും നഴ്സ് ട്യൂട്ടർ പൊസിഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിനകത്തേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. വളരെ മികച്ചൊരു സെഷനായിട്ട് നമ്മൾ പോയിരിക്കുകയായിരുന്നു. ഇത്രയും സമയം ഏകദേശം 1.5 മണിക്കൂർ. സാധാരണ ഞാൻ ഇത്രയും ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും. ഡോക്ടർ വിഷ്ണു ഇതുവരെ ഒരു
വളരെ ഹാപ്പി ഉണ്ട്. ഇതിനകത്ത് നേരത്തെ ഷെൽബി എഴുതിയല്ലോ, യു ആർ സച്ച് എ ഹംബിൾ പേഴ്സൺ വിത്ത് സോ മച്ച് വിസ്ഡം. ഞാൻ ഓർക്കുമായിരുന്നു, എനിക്ക് ഡോക്ടർ വിഷ്ണുവായിട്ട് നല്ല ഒരു കണക്ഷൻ, നല്ല ബന്ധമുണ്ട്. പക്ഷെ ആ ലാസ്റ്റ് സ്വന്തം പിക്ചറാഫ് ഇട്ടപ്പോഴ് ഞാനൊക്കെ സാധാരണ ഇത്രയൊക്കെ ഉള്ള ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഇത്രയൊക്കെ പൊസിഷനുകൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റികളൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഒക്കെ പറ്റിയൊരു സാധനമാണ് ഹംബിൾ പേഴ്സൺ. ആ ഒരു ആ ഒരു വിനയവും, നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷൻ കൂടുതൽ കിട്ടുമ്പോൾ എന്താ പറയാ, ആ ഒരു കൂടുതൽ വിനയം കാണിക്കുന്ന ഒരു ഞങ്ങളുടെ ഡോക്ടർ വിഷ്ണു, പ്രത്യേകിച്ച് സിനു ആണ് എനിക്ക് ഡോക്ടർ വിഷ്ണുവിനെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്, അങ്ങനെയാണ് പരിചയപ്പെട്ടതും ഞങ്ങള് സംസാരിച്ചതും. എന്തായാലും ഇത്രയും എഫക്റ്റീവായിട്ടൊരു സെഷൻ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചതിൽ ഡോക്ടർ വിഷ്ണുവിനോട് എയിംനയുടെ പേരിലും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരുടെയും പേരിലുമുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ഡോക്ടർ വിഷ്ണു നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ക്വയറീസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് ഡോക്ടർ വിഷ്ണുവും അവിടെ ഉണ്ടാകും. അപ്പൊ എല്ലാവിധ ആശംസകളും. കൂടുതൽ പ്രൊഫഷണലിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്ററുകൾ കാണുമ്പോൾ ഒരു സംശയമാണ്, ഇതൊരു മലയാളി പയ്യൻ തന്നെയാണോ എന്നുള്ളത്. നമ്മുടെ അയൽപക്കത്തെ പയ്യൻ കൂടുതൽ കൂടുതൽ പൊസിഷനിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു സന്തോഷം. നമ്മുടെ എയിംന എന്നും ഇങ്ങനെ കരിയർ ഓപ്പർച്യൂണിറ്റീസുകൾ കിട്ടാനും അങ്ങനെ കിട്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ എയിംന എന്നും കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ് പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൈൻ താങ്ക് ഓഫ് യു. ചെയ്യാം. ഒരു സെക്കൻഡ്, അതിനകത്ത് ഞാൻ ഒരു ലാസ്റ്റ് ഒരു സ്ലൈഡും കൂടി ഒന്ന് കാണിച്ചിട്ട് നിർത്താം. അപ്പൊ അതിനകത്ത് ഒരു ഇതാണ് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റും ലിങ്കും. ഇത് നമ്മളുടെ ഗ്രൂപ്പിനകത്തേക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇതിനകത്ത് NMBIയുടെ പോസ്റ്റ് രജിസ്ട്രേഷൻ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ പ്രോഗ്രാമുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് നോക്കാം. പിന്നെ അയർലൻഡിലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഒരുപാട് കോഴ്സസും ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പ്രോഗ്രാമുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് അത്രയും ഒരു ഐഡിയ എനിക്കില്ല. ബിക്കോസ് ഇത് ഒരുപാട് വാസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലുള്ള പ്രോഗ്രാംസ് എപ്പോഴും അറിയുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും സൈറ്റും ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്, അതിനകത്ത് പോയി നോക്കുന്നത് ഒരുപാട് നന്നായിട്ടിരിക്കും. പിന്നെ എല്ലാവർക്കും എനിക്ക് എയിംനയോടും സിനുവിനോടും ഷാനിയോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. പിന്നെ അതുപോലെ തന്നെ എല്ലാ നഴ്സസിനും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഇപ്പം നമ്മുടെ അയർലൻഡ് പോലുള്ള ഒരു രാജ്യത്ത് ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യാനായാലും ഒരുപാട് ഫണ്ടിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്, അതെല്ലാം നമ്മൾ ഗ്രാബ് ചെയ്യണം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരോടും പറയാനായിട്ട്. പിന്നെ എൻ്റെ ലിങ്ക്ഡിൻ്റെ ഇതാണ് എന്താ QR കോഡാണത്. ഇഫ് യു വോണ്ട് ടു കണക്ട് മീ വിത്ത് ഓൺ ലിങ്ക്ഡിൻ, പ്ലീസ് ഫീൽ ഫ്രീ ടു കണക്ട് മീ. പിന്നെ എൻ്റെ ഇമെയിൽ ID vishnuranjit@rcsi.com. അതിനകത്തേക്കായാലും മെയിൽ അയച്ചാൽ മതി. നമുക്ക് ഒരുപാട് മെയിലുകൾ വരാറുണ്ട്. ഒരുപാട് മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും മെയിൽ അയച്ച് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഒന്ന് നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അത്രയും ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. വേറാസ് അയർലൻഡിലൊക്കെയുള്ള പ്രോഗ്രാംസ് എല്ലാം വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടും ഒരുപാട് ഇങ്ങനെ കെയറിങ് റെസ്പോൺസിബിലിറ്റി ഉള്ളവരെയൊക്കെ മാനിച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്യുക. ഒരു ഫണ്ടിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ എയിംന for the opportunity, and thank you everyone for your patient listening. താങ്ക് യു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. വീണ്ടും എയിംനയിൽ കാണാം. Bye bye, take care. Thank you.